Good afternoon, everyone. Welcome to the next session of SAP Online Academic classes. We will be having a 1-hour session. First 20 minutes we will cover the topic, then 10 minutes will be allotted for answering the questions in the Q&A window. The next 20 minutes will be allotted again for the topic and the final 10 minutes for Q&A. Please note that you specify your queries related to the subject in the Q&A option. Now, source person for our session is Soumya KS, lecturer in Government Polytechnic College. She has completed her MTech in Computer Science with specialization in embedded from the Department of Computer Science, Cochin University of Science and Technology. She has 13 years and 10 months of teaching experience and 3 years industrial experience as a software engineer. Session over. Good evening. In the operating system memory management module, അതിനകത്തുള്ള important topics ആണ് എടുക്കാൻ പോകുന്നത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂസറും കമ്പ്യൂട്ടർ ഹാർഡ്വെയറുമായിട്ടുള്ള ഇന്റർഫേസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ആ ഒരു ഇന്റർഫേസ് പ്രൊവൈഡ് ചെയ്യാനും യൂസറിന് അതൊരു ബെറ്റർ ആയിട്ട് യൂസ് ചെയ്യാനും വേണ്ടിയിട്ട് സെറ്റ് ഓഫ് ഫങ്ഷൻസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനകത്തൊരു ഫംഗ്ഷൻ സെക്കൻഡ് മൊഡ്യൂളിൽ പഠിച്ചതാണ് പ്രോസസ് മാനേജ്മെന്റ് എന്നുള്ളത്. അതുപോലെ തന്നെയാണ് മെമ്മറി മാനേജ്മെന്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്ന അടുത്തൊരു ഫംഗ്ഷനാണ്. എന്താണ് ഒരു മെമ്മറി മാനേജ്മെന്റ്? ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം സിനാരിയോ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് കുറച്ച് ടേംസ് യൂസ് ചെയ്യുന്നുണ്ട്. ഒരു പ്രോസസ് മീൻസ് നമുക്കൊരു പ്രോഗ്രാമിന്റെ എക്സിക്യൂഷൻ, അതിനെയാണ് ഒരു പ്രോസസ് എന്ന് പറയുന്നത്. ഏത് പ്രോഗ്രാം ആയാലും അത് പെർമനന്റ്ലി സ്റ്റോർ ചെയ്ത് വെക്കുന്ന സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസിലായിരിക്കും. നമ്മൾ സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ് ഫോർ എക്സാമ്പിൾ ഡിവൈസിനകത്ത് ഒരു മ്യൂസിക് പ്ലെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, അതൊരു പ്രോഗ്രാമാണ്. ഒരു വീഡിയോ പ്ലെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, നമുക്ക് സി പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കമ്പൈലർ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നു. ഇതെല്ലാം ഡിഫറെൻറ്റ് പ്രോഗ്രാംസ് ആണ്. ഈ പ്രോഗ്രാം എക്സിക്യൂഷനിലേക്ക് വരുമ്പോൾ അതിനെ പ്രോസസ് എന്നാണ് ടേം ചെയ്യുന്നത്. ദെൻ പ്രൈമറി മെമ്മറി, ഒരു സി പ്രോസസ്സറാണ് ഈ പറയുന്ന പ്രോഗ്രാംസ് എല്ലാം എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഒരു പ്രോസസ്സറിന് ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനെ മെയിൻ മെമ്മറിയിലേക്ക് കൊണ്ടുവരണം, അല്ലെങ്കിൽ പ്രൈമറി മെമ്മറിയിലേക്ക് കൊണ്ടുവരണം. അത് പെർമനന്റ്ലി സ്റ്റോർ ചെയ്തിരിക്കുന്ന എപ്പോഴും സെക്കൻഡറി മെമ്മറിയിലായിരിക്കും. അതിനെ പ്രൈമറി മെമ്മറി അല്ലെങ്കിൽ മെയിൻ മെമ്മറിയിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ ഒരു പ്രോസസ്സറിന് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റൂ. പ്രൈമറി മെമ്മറിയെ ജനറലി മെമ്മറി എന്നാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സിനാരിയോയിൽ റെഫർ ചെയ്യുന്നത്. അതുപോലെ സെക്കൻഡറി മെമ്മറി സ്റ്റോറേജ് എന്നും പറയും. പ്രൈമറി മെമ്മറിയിലേക്ക് വരാൻ വേണ്ടിയിട്ട്, പ്രൈമറി മെമ്മറി അലോട്ട് ചെയ്ത് കിട്ടാൻ വേണ്ടി സെക്കൻഡറി സ്റ്റോറേജിൽ വെയിറ്റ് ചെയ്യുന്ന പ്രോസസ്സുകൾ യൂഷ്വലി ജോബ് ക്യൂവിലായിരിക്കും. ഇതാണ് ഇതിനകത്തുള്ള ഡിഫറെൻറ്റ് ടേംസ്. ഈ ഒരു ഡയഗ്രാം നോക്കിയാൽ മതി. ഈ ഡയഗ്രത്തിനകത്ത് സെക്കൻഡറി മെമ്മറിയിൽ ഡിഫറെൻറ്റ് പ്രോസസ്സുകൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് പ്രൈമറി മെമ്മറിയിലേക്ക് അലോട്ട് ചെയ്ത് കിട്ടാൻ വേണ്ടി. ഈ പ്രോസസ്സുകളെ എങ്ങനെയാണ് അറിയാം? ഒരു സെക്കൻഡറി സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റം കൺസിഡർ ചെയ്ത് നോക്കാം. ഒരു സാധാരണ നോർമൽ പെർഫോമൻസ് ഉള്ള ഒരു സിസ്റ്റം ആണെങ്കിൽ അതിനകത്തുള്ള പ്രൈമറി മെമ്മറി അല്ലെങ്കിൽ റാം എന്ന് പറയുന്ന 4 GB അല്ലെങ്കിൽ ഹൈ എൻഡ് സിസ്റ്റം വരുമ്പോൾ 8 GB വരും. അതിന്റെ സെക്കൻഡറി സ്റ്റോറേജ് കൺസിഡർ ചെയ്താൽ ഇപ്പോൾ വരുന്ന സിസ്റ്റത്തിലെല്ലാം 1 TB 1000 GB മെമ്മറി ഉണ്ടാവും. ഈ 1000 GB മെമ്മറിക്കകത്തുള്ള പ്രോസസ്സുകളെ വേണം GB ഉള്ള റാമിലേക്ക് കൊണ്ടുവരാൻ. അത്രയും കൂടുതൽ സ്റ്റോർ ചെയ്തു വച്ചിരിക്കുന്ന പ്രോഗ്രാംസിനെ എങ്ങനെയാണ്, അപ്പോൾ ഏതൊക്കെ പ്രോസസ്സിന് എപ്പോഴൊക്കെ കൊണ്ടുവരണം, എന്താണ് അതിന്റെ പ്രയോറിറ്റി, എങ്ങനെ ഈ പ്രോസസ്സിനെ 4 GB അക്കോമഡേറ്റ് ചെയ്യുന്നു, അതാണ് നമ്മുടെ മെമ്മറി മാനേജ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡിഫറെന്റ് ടൈപ്സ് മെമ്മറി മാനേജ്മെന്റ്, എങ്ങനെയാണ് പ്രോസസ്സുകൾ പ്രൈമറി മെമ്മറിയിലേക്ക് കൊണ്ടുവരികയും അത് CPU-ന് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുകയും ചെയ്യുന്നത്, അതാണ് മെമ്മറി മാനേജ്മെന്റ്. നമ്മുടെ ഏർലി സിസ്റ്റത്തിൽ യൂസ് ചെയ്തിരുന്നത് കോണ്ടിഗ്യൂസ് അലോക്കേഷൻ എന്നുള്ള ഒരു മെത്തഡോളജി ആയിരുന്നു. കോണ്ടിഗ്യൂസ് അലോക്കേഷൻ മീൻസ് ഒരു പ്രോസസ് അറിയാം, ഒരു പ്രോസസ് ഒരു സി പ്രോഗ്രാം കൺസിഡർ ചെയ്താൽ നമ്പർ ആഡ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം എഴുതുന്നു, അല്ലെങ്കിൽ ഒരു പ്രൈമറി നമ്പർ ചെക്ക് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം. ഒരു പ്രൈമറി നമ്പർ ചെക്ക് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം എടുത്താൽ ഒരു 30 അല്ലെങ്കിൽ 40 ലൈൻസ് ഓഫ് കോഡ് ഉണ്ടാവും. അപ്പം അതിനെ അസംബ്ലി ലാംഗ്വേജിലേക്ക് ബൈനറി കോഡിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടായിരിക്കും അതിനെ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇങ്ങനെ ഒരു പ്രോഗ്രാമിനകത്ത് ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും. ഈ ഇൻസ്ട്രക്ഷൻസിനെ ഒരു എക്സാമ്പിൾ നമുക്കൊരു 50 നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടെന്ന് കൺസിഡർ ചെയ്യാം. ഈ 50 ഇൻസ്ട്രക്ഷൻസും പ്രൈമറി മെമ്മറിയിലേക്ക് കൊണ്ടുവരുമ്പോൾ 50 നിയർ ബൈ ലൊക്കേഷൻസിലായിരിക്കും സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ആ ഒരു രീതിയിലാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം മെമ്മറി അലോട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനെയാണ് കോണ്ടിഗ്യൂസ് അലോക്കേഷൻ എന്ന് പറയുന്നത്.
ഒരു പ്രൈമറി മെമ്മറിയിലെ ഡിഫറെന്റ് സ്പേസ് ഉണ്ടാവും. ഒരു പ്രോസസ്സിനെ മെമ്മറിയിലേക്ക് കൊണ്ടുവരുന്നു, അത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്സിക്യൂഷൻ കഴിയുമ്പോഴേക്കും അത് റിമൂവ് ചെയ്യുന്നു പ്രൈമറി മെമ്മറിയിൽ നിന്ന്, അടുത്ത പ്രോസസ്സിനെ കൊണ്ടുവരുന്നു. അപ്പം അങ്ങനെ പ്രോസസ്സുകൾ കൊണ്ടുവരികയും അതിന്റെ തിരിച്ച് കറക്ഷൻ ഉണ്ടെങ്കിൽ സെക്കൻഡറി മെമ്മറിയിലേക്ക് തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്യുക. ഇങ്ങനെ ടു ആൻഡ് ഫ്രോ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ എടുക്കുമ്പോൾ P1 എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് പ്രൈമറി മെമ്മറിയിലുണ്ട്. P1-ന് 2 KB ആണ് സൈസ്. ഓൾറെഡി ഉണ്ടായിരുന്ന പ്രോസസ്സുകൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 2 സ്ലോട്ട് ഇവിടെ ഫ്രീ ആയിട്ട് കിടക്കുന്നുണ്ട്. ഒരെണ്ണം 3 KB സൈസ് ഉള്ളതും അടുത്തത് 4 KB സൈസുമാണ്. ടോട്ടൽ 7 KB പ്രൈമറി മെമ്മറിയിൽ നമുക്ക് ഫ്രീ സ്പേസ് അവൈലബിൾ ആണ്. നമുക്ക് സെക്കൻഡറി മെമ്മറിയിൽ പ്രൈമറി മെമ്മറിയിലേക്ക് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് P2-ന്റെ സൈസ് 5 KB ആണ്. ഈ 5 KB ഉള്ള ഒരു പ്രോസസ്സിനെ നമ്മൾ പ്രൈമറി മെമ്മറിയിലേക്ക് കൊണ്ടുവരാൻ നോക്കുമ്പോൾ കോണ്ടിഗ്യൂസ് അലോക്കേഷൻ, കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷൻ വേണം. 3 KBയും 4 KB ഉണ്ട്, പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് 5 KB അവൈലബിൾ അല്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ടോട്ടൽ 7 KB ഫ്രീ ഉണ്ട്, 5 KB മാത്രമേ നമ്മുടെ റിക്വയർമെന്റ് ഉള്ളൂ. എന്നാൽ പോലും ഇത് കണ്ടിന്യൂസ് അല്ലാത്തത് കൊണ്ട് നമുക്കത് അലോട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് എപ്പോഴെങ്കിലും P1 കൂടെ മറ്റു 2 സ്ലോട്ടിലേക്ക് വേറെ പ്രോസസ്സ് വരാതിരിക്കുകയും ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. പറയുന്ന ബിയിലേക്കെങ്കിലും വേറെ പ്രോസസ്സ് ഒന്നും വരാതിരുന്നാൽ മാത്രമേ 5 KB പ്രോസസ്സിന്റെ മെമ്മറിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഇത് കോണ്ടിഗ്യൂസ് മെമ്മറി അലോക്കേഷന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഇങ്ങനെ ഒരു സിറ്റുവേഷനെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ, ഈ സിറ്റുവേഷനെ ഇത് അതിൻ്റെ തന്നെ ഇപ്പം എങ്ങനെയാണ് മൾട്ടിപ്പിൾ പാർട്ടീഷൻ അതിനകത്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം മറ്റ് പ്രോസസ്സുകളും ലോഡ് ചെയ്തിരിക്കുന്നതെന്നാണ് ഈ ഡയഗ്രത്തിലും കാണിച്ചിരിക്കുന്നത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മുടെ മെമ്മറിക്കകത്ത് ഒരു പോർഷനിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടാവും, ബാക്കിയുള്ള പോർഷനിലാണ് യൂസറിന്റെ പ്രോസസ്സുകൾ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത്. ഒരു പ്രോസസ്സ് കൊണ്ടുവരുന്നു, അത് എക്സിക്യൂഷൻ കഴിയുമ്പോൾ ഇവിടെ ഇനിഷ്യൽ സ്റ്റേജിൽ 3 പ്രോസസ്സാണ് നമ്മുടെ മെമ്മറിയിലുള്ളത്. പ്രോസസ് 5 ഉണ്ട്, 8 ഉണ്ട്, 2 ഉണ്ട്. പ്രോസസ് 8-ന്റെ എക്സിക്യൂഷൻ കഴിഞ്ഞു, അത് ഫ്രീ ആയി, ആ ഒരു സ്ലോട്ട് ഇവിടെ ഫ്രീ ആവുന്നു. ഫ്രീ ആയി കഴിയുമ്പോൾ പ്രോസസ് 5ഉം പ്രോസസ് 2ഉം പ്രോസസ് 9 വെയിറ്റ് ചെയ്യായിരുന്നു. ജോബ് ക്യൂവിൽ പ്രോസസ് 9 ഉണ്ട്, പ്രോസസ് 9-നെ ആ സ്ലോട്ടിലേക്ക് കൊണ്ടുവന്നു. അടുത്ത സെറ്റിൽ പ്രോസസ് 10-നെ കൊണ്ടുവന്നു, വീണ്ടും അവിടെ ഒരു വേക്കൻറ്റ് പ്ലേസ് വരുന്നു. ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള പ്ലേസിൽ പ്രോസസ്സുകളെ ലോഡ് ചെയ്യുന്നത്. ഇവിടെ എങ്ങനെയാണ് ഈ മെമ്മറി അലോട്ട് ചെയ്യുന്നത് എന്നുള്ളതിനനുസരിച്ച് 3 മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട് മെമ്മറി അലോക്കേഷന് വേണ്ടി. ഫസ്റ്റ് ഫിറ്റ്, ബെസ്റ്റ് ഫിറ്റ് ആൻഡ് വേസ്റ്റ് ഫിറ്റ്. ഇതിനകത്ത് വേക്കൻ്റ് ആയിട്ട് വരുന്ന സ്പേസിന് നമ്മൾ ഹോൾ എന്നാണ് പറയുന്നത്. എപ്പോഴും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ കയ്യിൽ ഒരു ഇൻഫർമേഷൻ ഉണ്ടാവും, ഏതൊക്കെ പാർട്ടീഷൻ ആണ് പ്രോസസ്സിന് അലോട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്, എവിടെയൊക്കെയാണ് വേക്കൻറ്റ് സ്പേസ് ഉള്ളത്, ഓരോ സ്പേസിന്റെയും സൈസ് എത്രയാണ് അതിന്റെ കപ്പാസിറ്റി, ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ എപ്പോഴും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ കയ്യിലുണ്ടാവും. ഒരു ജോബ് ക്യൂവിൽ മെമ്മറിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഒരു പ്രോസസ്സ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോസസ്സിന് ഈ അവൈലബിൾ ആയിട്ടുള്ള, ഇവിടെ ഇപ്പോൾ ഒരു സിംഗിൾ ഹോൾ മാത്രമേ കാണിച്ചിട്ടുള്ളൂ, പക്ഷെ മൾട്ടിപ്പിൾ ഹോൾസ് എപ്പോഴും അവൈലബിൾ ആയിട്ടുണ്ടാവും. അതിലേത് ഹോളിലേക്കാണ് പ്രോസസ്സിനെ മെമ്മറിയിൽ കൊണ്ടുവയ്ക്കുന്നത് അതനുസരിച്ചാണ് നമ്മൾ 3 അലോക്കേഷൻ മെത്തേഡ്സ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഫിറ്റ്, ബെസ്റ്റ് ഫിറ്റ് ആൻഡ് വേസ്റ്റ് ഫിറ്റ്. ഫസ്റ്റ് ഫിറ്റ് എന്ന് പറയുന്നത് മെമ്മറിയുടെ സ്റ്റാർട്ടിങ് തൊട്ട് നോക്കുന്നു. ആ സ്റ്റാർട്ടിങ് തൊട്ട് നോക്കുമ്പോൾ ഏറ്റവും ആദ്യം ഈ പ്രോസസ്സ് വെക്കാൻ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഹോൾ എവിടെയാണോ കാണുന്നത് അത് ഹോളിൽ അതിനെ അലോട്ട് ചെയ്ത് കൊടുക്കും. ഫോർ എക്സാമ്പിൾ നമ്മുടെ 5 KB ആണ് സൈസ്, ഏറ്റവും ആദ്യത്തെ ഹോൾ കാണുന്ന 10 KB സൈസ് ഉള്ള ഒരു ഹോളാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ തന്നെ കൊടുക്കും. 5 KB ഉള്ളത് കണ്ട 5 KBയും കൊടുക്കും. പക്ഷെ 4 KB ആണുള്ളതെങ്കിൽ അവിടെ കൊടുക്കാൻ പറ്റില്ല. അടുത്ത 5 KB ഓർ എബോവ് വരുന്ന ഹോൾ എവിടെയാണോ ഉള്ളതെന്ന് നോക്കി അവിടെ അത് അലോട്ട് ചെയ്ത് കൊടുക്കുന്നു. രണ്ടാമത്തെ അലോക്കേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് ബെസ്റ്റ് ഫിറ്റ് അലോക്കേഷൻ ആണ്. ബെസ്റ്റ് ഫിറ്റ് അലോക്കേഷൻ മെത്തേഡിൽ നമുക്ക് പ്രോസസ്സ് അലോട്ട് ചെയ്യാൻ വേണ്ട, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 5 KB ഉള്ള ഒരു പ്രോസസ്സ് വേണം വയ്ക്കാൻ. ആദ്യം ഇരിക്കുന്ന 10 KB ആണ് ആദ്യത്തെ ഹോൾ, നമുക്ക് അത്ര ആവശ്യമില്ല. അങ്ങനെ നോക്കി ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഹോൾ ഏതാണോ ഉള്ളത് ഐഡന്റിഫൈ ചെയ്ത് അത് അലോട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് ബെസ്റ്റ് ഫിറ്റ് എന്നുള്ളത്. വേസ്റ്റ് ഫിറ്റ് എന്നുള്ളത് ഇതുപോലെ തന്നെ എല്ലാ ഹോളും നോക്കുന്നു, അതിനകത്ത് ഏറ്റവും ലാർജസ്റ്റ് ആയിട്ട് വരുന്ന ഹോൾ ഏതാണോ
ആ ഹോൾ അലോട്ട് ചെയ്ത് കൊടുക്കുക. അവൈലബിൾ ആയിട്ടുള്ള ഹോളിൽ ഏറ്റവും മാക്സിമം നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ചല്ല, ഏത് പ്രോസസ്സ് വന്നാലും അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സ്പേസിൽ ഏറ്റവും മാക്സിമം കപ്പാസിറ്റി ഉള്ള ഹോൾ ഏതാണോ അതിലേക്ക് അലോട്ട് ചെയ്ത് കൊടുക്കുന്നു. അതാണ് ബെസ്റ്റ് ഫിറ്റ് ആൻഡ് വേസ്റ്റ് ഫിറ്റ് അലോക്കേഷൻ മെത്തേഡ്. ഈ അലോക്കേഷൻ മെത്തേഡ് ഈ പറഞ്ഞ എക്സാമ്പിളിലും ഇവിടെയുണ്ട്. ഈ പറഞ്ഞ എക്സാമ്പിളിലായാലും ഈ ഹോളിന് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രോസസ്സ് ലാസ്റ്റ് 4 പ്രോസസ്സുകൾ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ ഹോള് മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ആ ഒരു സ്പേസിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രോസസ്സുകൾ മാത്രമേ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ മൾട്ടിപ്പിൾ ഹോൾ ഉണ്ടെങ്കിൽ, ഇവിടെ ഇപ്പോൾ 2 ഹോളുണ്ട്, 3 KB സൈസും 4 KB സൈസും ഉണ്ട്. ഈ 2 സൈസുള്ള ഹോളും ഉണ്ട്. നമുക്ക് ആകെ 5 KB റിക്വയർമെന്റ് ഉള്ളൂ. പക്ഷേ ഈ ഹോൾസ് അല്ലെങ്കിൽ അവൈലബിൾ മെമ്മറി സ്കാറ്റർ ചെയ്ത് കിടക്കുന്നത് കൊണ്ട് അത് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ട് ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ റിക്വയർഡ് ആയിട്ടുള്ള മെമ്മറി ഉണ്ട്. ഇപ്പം നമുക്ക് 5 KB റിക്വയർമെന്റേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ 7 KB മെമ്മറി അവൈലബിൾ ആയിരുന്നു. ഈ 7 KB അവൈലബിൾ ആയിട്ടും നമ്മുടെ റിക്വയർഡ് മെമ്മറിയിലേക്കാൾ കൂടുതൽ അവൈലബിൾ ആയിട്ടും അത് യൂസ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. ഈ ഫ്രാഗ്മെന്റേഷൻ 2 ടൈപ്പ് ഫ്രാഗ്മെന്റേഷൻ ഉണ്ട്. ഒന്ന് നമ്മുടെ പാർട്ടീഷന് വെളിയിൽ കിടക്കുന്ന ഫ്രീ മെമ്മറിയാണ് ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുന്ന ഈ എക്സാമ്പിളിനകത്ത് കാണിച്ചിരിക്കുന്നത് എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റേഷൻ ആണ്. പാർട്ടീഷന് വെളിയിലുണ്ട്, 7 KB ആണ്, റിക്വയർമെന്റ് 5 KB മാത്രമേ ഉള്ളൂ. റിക്വയർമെന്റ് സാറ്റിസ്ഫൈ ചെയ്യാനുള്ളതുണ്ട്, പക്ഷെ അത് സ്കാറ്റർ ചെയ്ത് കിടക്കുന്നതുകൊണ്ട് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ളതിനെയാണ് നമ്മുടെ എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഇവിടെ P3 എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ 3 KBയും 4 KBയും നമുക്ക് അവൈലബിൾ ആണ്. ഈ 3 KB എന്നുള്ള ഹോളിലേക്ക് നമുക്ക് കൊടുക്കാം. P3 എന്നുള്ള ഒരു പ്രോസസ്സ് വെയിറ്റ് ചെയ്യുന്നു. അതിന്റെ റിക്വയർമെന്റ് 3 KB ഉള്ള ഒരു 2.5 KB ഉള്ളൂ അതിന്റെ റിക്വയർമെന്റ്. ഈ 3 KB ഹോളിൽ അതിനെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ബാക്കി എത്ര വരും? ഒരു 0.5 KB അവിടെ ബാലൻസ് ഉണ്ടാവും. അങ്ങനെ ബാലൻസ് ഒരു പാർട്ടീഷൻ അകത്ത് വരുന്ന അൺയൂസ്ഡ് ആയിട്ടുള്ള മെമ്മറി, അങ്ങനെയാണ് നമ്മുടെ ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. ഇന്റേണൽ ഫ്രാഗ്മെന്റേഷൻ വന്നാലും എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റേഷൻ വന്നാലും മെമ്മറി യൂസ് ചെയ്യാതെ കിടക്കുകയാണ്. പ്രോസസ് മാനേജ്മെന്റിനകത്ത് പറഞ്ഞു നമ്മുടെ എപ്പോഴും നമ്മുടെ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ ഒരു സിസ്റ്റം ഡിസൈൻ ചെയ്യുമ്പോൾ അതിന്റെ ഒരു പ്രോസസർ അതിന്റെ എഫിഷ്യൻസി മാക്സിമം പെർഫോമൻസ് കൂട്ടുക എന്നുള്ളതാണ്. ഇപ്പൊ പ്രോസസ്സറിന് എത്രത്തോളം പ്രോസസ്സുകൾ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും അതിന്റെ എഫിഷ്യൻസി കൂടുതലായിരിക്കും. ഒരു പ്രോസസ്സറിന് പ്രോസസ്സുകൾ എക്സിക്യൂട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് മെമ്മറിക്കകത്ത് കൊണ്ടുവന്നാലേ പറ്റുള്ളൂ. മെയിൻ മെമ്മറിയിലുള്ള പ്രോസസ്സുകളെ മാത്രമേ ഒരു പ്രോസസ്സറിന് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റൂ. അപ്പോൾ കൂടുതൽ പ്രോസസ്സുകൾ എക്സിക്യൂട്ട് ചെയ്യുന്നതിനനുസരിച്ച് നമ്പർ ഓഫ് പ്രോസസ് എക്സിക്യൂട്ടഡ് പെർ യൂണിറ്റ് ടൈം, അതാണ് നമ്മുടെ പ്രോസസ്സറിന്റെ എഫിഷ്യൻസി വരുന്നത്. ഇപ്പോൾ പ്രോസസ്സറിന്റെ എഫിഷ്യൻസി കൂട്ടണം എന്നുണ്ടെങ്കിൽ കൂടുതൽ പ്രോസസ്സുകൾ എക്സിക്യൂട്ട് ചെയ്യണം. കൂടുതൽ പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതെല്ലാം മെമ്മറിക്കകത്ത് ഉണ്ടാവുകയും വേണം. നമ്മുടെ മെമ്മറി വേക്കൻറ്റ് സ്പേസ് കിടക്കുന്നു, ആ വേക്കൻറ്റ് സ്പേസ് നമുക്ക് യൂസ് ചെയ്യാനും പറ്റുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഫ്രാഗ്മെന്റേഷൻ നമ്മുടെ സിസ്റ്റത്തിന്റെ എഫിഷ്യൻസി കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ കോണ്ടിഗ്യൂസ് ആയിട്ടുള്ള മെമ്മറി അലോക്കേഷന് പകരം നോൺ കോണ്ടിഗ്യൂസ് ആയിട്ട് മെമ്മറി അലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്കാറ്റർ ചെയ്ത് കിടക്കുന്ന മെമ്മറിയും യൂസ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് കോണ്ടിഗ്യൂസ് അല്ലാതെ, ഇപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞതെല്ലാം കോണ്ടിഗ്യൂസ് ആണ്. ഒരു പ്രോഗ്രാം മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷൻ, ആ പ്രോഗ്രാമിന്റെ സൈസ് എത്രയാണോ അത്രയും കണ്ടിന്യൂസ് ആയിട്ടുള്ള മെമ്മറി ഫ്രീ ആണെങ്കിൽ മാത്രമേ ആ പ്രോഗ്രാമിനെ മെമ്മറിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അങ്ങനെ അല്ലാതെ എങ്ങനെയാണ് നോൺ കോണ്ടിഗ്യൂസ് ആയി നമുക്ക് മെമ്മറി അലോട്ട് ചെയ്യുന്നത്? അതിന് 2 മെത്തേഡാണുള്ളത്, പേജിങ് ആൻഡ് സെഗ്മെന്റേഷൻ. പേജിങ്ങും സെഗ്മെന്റേഷനും നോൺ കോണ്ടിഗ്യൂസ് ആയി മെമ്മറി അലോക്കേഷൻ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇതിന്റെ ആദ്യത്തെ മെത്തേഡ് നോക്കാം, പേജിങ് എന്നുള്ളത്. പേജിങ് പ്രൈമറി മെമ്മറിയും സെക്കൻഡറി മെമ്മറിയും ഉണ്ട്. സെക്കൻഡറി മെമ്മറിയും സെക്കൻഡറി മെമ്മറിയും നമ്മൾ ഈക്വൽ സൈസ് പാർട്ടീഷനായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ സെക്കൻഡറി മെമ്മറിയിലെ ഏത് പ്രോഗ്രാം എടുത്താലും ഈ പ്രോഗ്രാം എല്ലാം സെപ്പറേറ്റ് പാർട്ടീഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഒരു പ്രോഗ്രാമിന് ചിലപ്പോൾ 3, അതിന്റെ ഓരോ പാർട്ടീഷനെയും പേജ് എന്നാണ് പറയുന്നത്. സെക്കൻഡറി മെമ്മറിയിൽ ഓരോ പാർട്ടീഷനെയും ഒരു പ്രോഗ്രാം പ്രോസസ്സ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ പ്രോസസ്സിന് ചിലപ്പോൾ 2 പേജ് ആയിരിക്കും ഉണ്ടാവുന്നത്.
രണ്ടാമത്തെ പ്രോസസ്സിന് 3 പേജ് വരാം, അടുത്തതിന് 5 പേജ് വരാം, ചിലപ്പോൾ ഒരു സിംഗിൾ പേജുള്ള പ്രോസസ്സ് ഉണ്ടാവും. ഏത് പ്രോഗ്രാം എടുത്താലും ഈക്വൽ സൈസുള്ള പാർട്ടീഷനായിട്ട് കൺവേർട്ട് ചെയ്യും. അതിൽ ഓരോ പാർട്ടീഷനെ നമ്മൾ പേജ് എന്നാണ് പറയുന്നത്. ഈ പേജ് അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൈമറി മെമ്മറിയും ഇതുപോലെ തന്നെ ഈക്വൽ പാർട്ടീഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. പ്രൈമറി മെമ്മറിയിലെ ഓരോ പാർട്ടീഷനെയും നമ്മൾ ഫ്രെയിം എന്നാണ് പറയുന്നത്. ഈ പ്രൈമറി മെമ്മറിയുടെ ഫ്രെയിമിന്റെ സൈസും സെക്കൻഡറി മെമ്മറിയുടെ പേജിന്റെ സൈസും ഈക്വൽ ആയിരിക്കും. ഈ സെക്കൻഡറി മെമ്മറിയിലെ ഓരോന്നിനെയും നമ്മൾ പ്രൈമറി മെമ്മറിയുടെ സൈസിന് സെയിം ആയിട്ട് തന്നെ ഡിവൈഡ് ചെയ്യുന്നു. സെക്കൻഡറി മെമ്മറിയുടെ പാർട്ടീഷൻ പേജും പ്രൈമറി മെമ്മറിയുടെ പാർട്ടീഷന്റെ പേര് ഫ്രെയിം എന്നുമാണ്. നേരത്തെ പറഞ്ഞ അതേ എക്സാമ്പിൾ, ആ എക്സാമ്പിളിനകത്ത് ഒരു 2 KB പ്രോസസ് P1 എന്ന് പറയുന്ന പ്രോസസ്സ് പ്രൈമറി മെമ്മറിയിൽ ഇരിക്കുന്നുണ്ട്. P2 എന്നുള്ള 5 KB പ്രോസസ്സിനെ നമുക്ക് സെക്കൻഡറി മെമ്മറിയിൽ നിന്ന് പ്രൈമറി മെമ്മറിയിലേക്ക് കൊണ്ടുവരണം. ഒരു 3 KB ഉള്ള സ്ലോട്ട് കൊണ്ട് 4 KB ഉണ്ട്. അപ്പൊ പേജിംഗ് എന്ന് പറഞ്ഞാൽ ഒരു നോൺ കോണ്ടിഗ്യൂസ് ആയിട്ടുള്ള മെമ്മറി അലോക്കേഷൻ ആണ്. ടോട്ടൽ 5 KB മെമ്മറിയിൽ എവിടെയെങ്കിലും ആയിട്ട് ഫ്രീ ഉണ്ടെങ്കിൽ ആ പ്രോസസ്സിനെ നമുക്ക് മെമ്മറിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. സ്കാറ്റർ ചെയ്ത് കിടന്നാലും കുഴപ്പമില്ല. ഈ P2നെ ഈ ഒരു മെത്തേഡിൽ നമുക്ക് പ്രൈമറി മെമ്മറിയിലേക്ക് അലോട്ട് ചെയ്യാം. P2 ഇവിടെ 3 പോസ്റ്റ് പേജും അത് കഴിഞ്ഞ് 2 പേജുമായിട്ട്. ഇപ്പൊ ഇങ്ങനെ തന്നെ വേണമെന്നില്ല, പല ഡിഫറെന്റ് ഒക്കേഷനിലായിട്ട് വേണമെങ്കിൽ നമുക്ക് പേജസിനെ അക്കോമഡേറ്റ് ചെയ്യാം. ടോട്ടൽ 5 KB ഫ്രീ ഉണ്ടായിരുന്നാൽ മാത്രം മതി. എങ്ങനെയാണ് പേജിങ്ങിനെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഹാൻഡിൽ ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പൊ പേജിംഗ് എന്ന് പറഞ്ഞാൽ നോൺ കോണ്ടിഗ്യൂസ് ആയിട്ട് മെമ്മറി അലോക്കേഷൻ ആണ്. നമുക്ക് സ്കാറ്റർ ചെയ്യുന്ന രീതിയിൽ കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷൻ അല്ലാതെ ടോട്ടൽ പ്രോഗ്രാം അക്കോമഡേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി മെമ്മറിക്ക് ഉണ്ടെങ്കിൽ ഈ മെമ്മറിയുടെ ഏത് ലൊക്കേഷനിലേക്ക് വേണമെങ്കിലും പ്രോഗ്രാമിനെ കൊണ്ടുവന്ന് ലോഡ് ചെയ്യാൻ പറ്റും ലൊക്കേഷനിലേക്ക്. അങ്ങനെ ഒരു തന്നെയാണ് പേജിംഗ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഡിഫറെന്റ് ലൊക്കേഷനിൽ ഒരു പ്രോഗ്രാം സേവ് ചെയ്ത് വെച്ചാൽ അതിനെങ്ങനെയാണ് പ്രോസസ്സിനെ ആക്സസ് ചെയ്യാൻ പറ്റുന്നത്, അതെങ്ങനെയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈ പ്രോഗ്രാമിനെ ആക്സസ് ചെയ്യുന്നത് ത്രൂ പേജിംഗ്. പേജിംഗ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ഒരു ഡേറ്റാ സ്ട്രക്ചർ യൂസ് ചെയ്യുന്നുണ്ട്. പേജിംഗ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡേറ്റാ സ്ട്രക്ചറിനെയാണ് പേജ് ടേബിൾ എന്ന് പറയുന്നത്. സെക്കൻഡറി മെമ്മറിയിലെ പ്രോഗ്രാം നമ്മുടെ പ്രോഗ്രാമിന് 4 പേജസ് ഉണ്ട്. പേജ് 0, പേജ് 1, പേജ് 2, പേജ് 3. ഈ പേജ് 3 പ്രൈമറി മെമ്മറിയിൽ ഡിഫറെന്റ് ഫ്രെയിമിലാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് എവിടെയാണോ സ്റ്റോർ ചെയ്തിരിക്കുന്നത് അതിനെ പ്രസന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡേറ്റാ സ്ട്രക്ചറിനെയാണ് പേജ് ടേബിൾ എന്ന് പറയുന്നത്. ഒരു പേജ് ടേബിളിലെ ഫസ്റ്റ് എൻട്രി പേജ് നമ്പർ ആണ്. പേജ് നമ്പർ 0, 1, 2, 3 4 പേജിനെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നു. ഈ 4 പേജും പ്രൈമറി മെമ്മറിയിൽ ഏത് ഫ്രെയിമിനകത്താണോ സ്റ്റോർ ചെയ്യുന്നത് ആ ഫ്രെയിം നമ്പർ ആണ് സെക്കൻഡ് കോളത്തിൽ കാണിച്ചിരിക്കുന്നത്. പേജ് 0 എന്നുള്ളത് ഫ്രെയിം നമ്പർ 1ലാണ്. അപ്പൊ പേജ് 0ക്ക് കറസ്പോണ്ടിങ് ആയി ഇവിടെ 1 കൊടുത്തിട്ടുണ്ട്. പേജ് 2 എന്നുള്ളത് ഫ്രെയിം നമ്പർ 3ലാണ്, ഇവിടെ കൊടുത്തു. പേജ് 1 എന്നുള്ളത് ഫ്രെയിം നമ്പർ 4ലാണ്, അതിവിടെ കൊടുത്തിരിക്കുന്നു. പേജ് 3 എന്നുള്ളത് ഫ്രെയിം നമ്പർ 7 ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഡേറ്റാ സ്ട്രക്ചർ യൂസ് ചെയ്തിട്ടാണ് ഓരോ പ്രോഗ്രാമും എവിടെയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അറിയുന്നത്. ഇത് വെച്ച് എങ്ങനെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓരോ പേജും ആക്സസ് ചെയ്യുന്നു നോക്കാം. അതിനുവേണ്ടി ഒരു പേജിംഗ് ഹാർഡ്വെയർ സ്ട്രക്ചർ യൂസ് ചെയ്യുന്നുണ്ട്. പേജിംഗ് ഹാർഡ്വെയർ സ്ട്രക്ചറിന്റെ വർക്കിംഗ്. CPU ഒരു അഡ്രസ്സ് ജനറേറ്റ് ചെയ്യുമ്പോൾ CPU നിങ്ങൾ കമ്പ്യൂട്ടർ ആർക്കിടെക്ചറിൽ പഠിച്ചിട്ടുണ്ട്. നമുക്കൊരു ഇൻസ്ട്രക്ഷൻ ആക്സസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ പ്രോസസ്സർ ഒരു അഡ്രസ്സ് ജനറേറ്റ് ചെയ്യുന്നു. അഡ്രസ്സ് പ്രോഗ്രാം കൗണ്ടറിലേക്കായിരിക്കും വരുന്നത്. അഡ്രസ്സ് ലൊക്കേഷനിൽ പോയി നമ്മുടെ അഡ്രസ് ബസ്സും ഡേറ്റാ ബസ്സും എല്ലാം വഴി ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നു. അഡ്രസ് ബസ് വഴി മെമ്മറിയിലേക്ക് അഡ്രസ്സ് എത്തും. ആ ലൊക്കേഷനിലുള്ള ഡേറ്റാ ബസ് വഴി തിരിച്ച് പ്രോസസ്സിലേക്ക് എത്തുന്നു. ഇവിടെ CPU ഒരു അഡ്രസ്സ് ജനറേറ്റ് ചെയ്യുന്നു. ആ അഡ്രസ്സിന് 2 പോർഷൻസ് ഉണ്ടാവും. ഒരു പേജ് നമ്പറും ഓഫ്സെറ്റ് അതിന്റെ സൈസ് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു പേജ് നമ്പർ ഉണ്ടാവും. ഈ പേജ് നമ്പർ വന്ന് പേജ് ടേബിളിൽ നോക്കും. പേജ് ടേബിളിൽ നോക്കി അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രെയിം നമ്പർ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യും. ആ ഫ്രെയിം നമ്പറും ഓഫ്സെറ്റും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് ആക്ച്വൽ മെമ്മറി ലൊക്കേഷൻ എവിടെയാണെന്ന് കിട്ടും. ഡേറ്റ ആക്സസ് ചെയ്യുന്നു. ഈ ഒരു മെത്തേഡിലാണ് പേജിംഗ് വർക്ക് ചെയ്യുന്നത്. നോൺ കോണ്ടിഗ്യൂസ് ആയി മെമ്മറി അലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പേജിംഗ് യൂസ് ചെയ്യുന്നത്. പേജിങ്ങിനകത്ത് ഓരോ പേജും
ഒരു പ്രൈമറി മെമ്മറിയുടെ സെക്കൻഡറി മെമ്മറിക്കകത്തിരിക്കുന്ന പ്രോഗ്രാംസിനെ ഡിഫറെന്റ് പാർട്ടീഷനായിട്ട് ഡിവൈഡ് ചെയ്യും. ഓരോ പാർട്ടീഷനെ നമ്മൾ ഓരോ പേജ് എന്ന് പറയുന്നു. ആ പേജിനെ പ്രൈമറി മെമ്മറിയുടെ ഏത് ലൊക്കേഷനിൽ വേണമെങ്കിലും സ്റ്റോർ ചെയ്യാം. ഏത് ഫ്രെയിം, പ്രൈമറി മെമ്മറിയുടെ പാർട്ടീഷനാണ് ഫ്രെയിം. ഏത് ഫ്രെയിമിനകത്ത് വേക്കൻ്റ് ആയിട്ടുള്ള ഏത് ഫ്രെയിമിൽ വേണമെങ്കിലും നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അങ്ങനെ സ്റ്റോർ ചെയ്യുന്നത് എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നതെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പേജ് ടേബിൾ എന്നുള്ള ഡേറ്റാ സ്ട്രക്ചർ യൂസ് ചെയ്യുന്നത്. ഈ ഒരു ഡേറ്റാ സ്ട്രക്ചർ യൂസ് ചെയ്ത് എങ്ങനെയാണ് പ്രോസസ്സർ ഈ പേജിനെ ആക്സസ് ചെയ്യുന്നത്, അതിന് വേണ്ടിയിട്ട് ഒരു ഹാർഡ്വെയർ സ്ട്രക്ചർ യൂസ് ചെയ്യുന്നുണ്ട്. ഹാർഡ്വെയർ ആണിത്. പ്രോസസ്സർ അഡ്രസ്സ് ജനറേറ്റ് ചെയ്യുന്നു. അഡ്രസ്സിനകത്ത് പേജ് നമ്പറും അതുപോലെ ഓഫ്സെറ്റും അതിന്റെ സൈസും ഉണ്ടാവും. ആ പേജ് നമ്പർ പേജ് ടേബിളിൽ വന്ന് സെർച്ച് ചെയ്ത് കറസ്പോണ്ടിങ് ഫ്രെയിം നമ്പർ എടുക്കുന്നു. അതും ഓഫ്സെറ്റോടെ കമ്പൈൻ ചെയ്ത് പ്രൈമറി മെമ്മറി എന്ന ഡേറ്റ ആക്സസ് ചെയ്യുന്നു. രണ്ടാമത് നോൺ കോണ്ടിഗ്യൂസ് ആയി നമുക്ക് മെമ്മറി അലോക്കേറ്റ് ചെയ്യാനുള്ള രണ്ടാമത്തെ മെത്തേഡാണ് സെഗ്മെന്റേഷൻ. ഇതുപോലെ തന്നെയാണ് നമുക്ക് മെമ്മറിയിൽ എവിടെ വേണമെങ്കിലും അലോക്കേറ്റ് ചെയ്യാം. പേജിങ്ങും സെഗ്മെന്റേഷനും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്, പേജിങ്ങിനകത്ത് ഒരു പ്രോഗ്രാം കൺസിഡർ ചെയ്താൽ പ്രോഗ്രാമിനെ ഡിവൈഡ് ചെയ്യുന്നത് ഈക്വൽ സൈസ് ആയിട്ടായിരിക്കും. സെഗ്മെന്റേഷനകത്ത് ഒരു യൂസറിന്റെ വ്യൂ, ഇപ്പൊ നമുക്കൊരു പ്രോഗ്രാമിനകത്ത് ചിലപ്പോൾ ഒരു ലൂപ്പ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ ഉണ്ടാവും. അപ്പോൾ പേജിങ്ങിൽ കൺസിഡർ ചെയ്താൽ ചിലപ്പോൾ ഒരു ഫംഗ്ഷന്റെ ഒരു പോർഷൻ ഒരു പേജിലും അടുത്ത പോർഷൻ അടുത്ത പേജിലേക്കും വരാം. അപ്പൊ അങ്ങനെ അല്ലാതെ ഒരു ലോജിക്കൽ പാർട്ടീഷനിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ സെഗ്മെന്റേഷൻ യൂസ് ചെയ്യുന്നത്. ഒരു യൂസറിന്റെ വ്യൂവിൽ ഒരു പ്രോഗ്രാം എങ്ങനെയാണോ ആ ഒരു മെത്തേഡിൽ തന്നെ നമ്മൾ പ്രോഗ്രാമിനെ പാർട്ടീഷൻ ചെയ്യുന്നു. അപ്പൊ അതിനകത്ത് മെയിൻ പ്രോഗ്രാം എവിടെയാണ്, ഫങ്ഷൻസ് എവിടെ വരുന്നു, സബ് റൂട്ടീൻസ് എവിടെ വരുന്നു, ഇതെല്ലാം ഓരോ സെഗ്മെന്റ്സ് ആയിട്ട് മാറ്റും. ഓരോ സെഗ്മെന്റും പേജിങ്ങിനകത്ത് എല്ലാ പേജിനും ഈക്വൽ സൈസ് ആയിരുന്നു. സെഗ്മെന്റേഷനകത്ത് ഡിഫറെന്റ് അല്ലെങ്കിൽ വേരിയബിൾ സൈസ് ഉള്ള പാർട്ടീഷനായിട്ടായിരിക്കും ഡിവൈഡ് ചെയ്യുന്നത്. ഓരോ സെഗ്മെന്റും ഡിഫറെന്റ് സൈസ് ആയിരിക്കും. ഈ സെഗ്മെന്റ് മെയിൻ മെമ്മറിയിലേക്ക് കൊണ്ടുവരുന്നു. അതിന്റെ റിക്വയർമെന്റ് അനുസരിച്ച് അതിന്റെ കപ്പാസിറ്റി അനുസരിച്ചുള്ള ഹോൾ എവിടെയാണോ അതിലേക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. പേജിംഗ് പോലെ തന്നെ സെഗ്മെന്റേഷൻ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്കൊരു സെഗ്മെന്റേഷൻ ഹാർഡ്വെയർ ഉണ്ട്. സെഗ്മെന്റേഷൻ ഹാർഡ്വെയറിൽ CPU ഒരു അഡ്രസ്സ് ജനറേറ്റ് ചെയ്യുന്നു. അഡ്രസ്സിനകത്ത് സെഗ്മെന്റ് നമ്പർ ഉണ്ടാവും, അതുപോലെ അതിന്റെ സൈസും ഉണ്ടാവും. ഇപ്പൊ ഈ സെഗ്മെന്റിനകത്ത് നമുക്ക് എത്ര നമ്പർ അതിന്റെ ഡേറ്റ അല്ലെങ്കിൽ ഓഫ്സെറ്റ് ഉണ്ടാവും. ഓഫ്സെറ്റ് സെഗ്മെന്റ് ടേബിളിനകത്ത് രണ്ട് വാല്യൂ ആണ്. ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ടതുപോലെ പേജിംഗ് ടേബിളിനകത്ത് പേജ് നമ്പറും ഫ്രെയിം നമ്പറും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സെഗ്മെന്റേഷൻ ടേബിളിനകത്ത് സെഗ്മെന്റ് നമ്പർ ഉണ്ടാവും. സെഗ്മെന്റ് നമ്പർ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് രണ്ട് വാല്യൂ ഉണ്ടാവും, ബേസും ലിമിറ്റും. ബേസ് എന്ന് പറഞ്ഞാൽ ഒരു സെഗ്മെന്റിന്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സും ലിമിറ്റ് അതിന്റെ സൈസുമാണ്. കാരണം ഓരോ സെഗ്മെന്റിനും ഡിഫറെന്റ് സൈസാണ്. പേജിങ്ങിനകത്ത് സൈസ് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല, ഫിക്സഡ് സൈസാണ് എല്ലാ പേജസിനും. സെഗ്മെന്റേഷന്റെ കേസിൽ ഓരോ സെഗ്മെന്റിനും ഡിഫറെന്റ് സൈസാണ്. അപ്പോൾ ഓരോ സെഗ്മെന്റിന്റെയും സൈസ് എന്താണെന്നും ഓരോ സെഗ്മെന്റിന്റെയും സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് എന്താണെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഒരു സെഗ്മെന്റിന്റെ സൈസിനേക്കാൾ വലുതായ ഒരു ഡേറ്റ ആക്സസ് ചെയ്യാൻ നോക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇവിടെ ഒരു കമ്പാരിസൺ ചെക്ക് ചെയ്യുന്നത്. അതിന്റെ ഓഫ്സെറ്റ് കമ്പയർ ചെയ്യുന്നു. അതിനകത്ത് എറർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എററിലേക്ക് പോവും. എറർ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ വാല്യൂം കൂടെ ആഡ് ചെയ്ത് സെഗ്മെന്റ് അഡ്രസ്, അതിന്റെ ഓഫ്സെറ്റും ബേസ് അഡ്രസ്സും കൂടെ ആഡ് ചെയ്ത് ആക്ച്വൽ അഡ്രസ്സ് കണ്ടുപിടിച്ച് ഫിസിക്കൽ മെമ്മറിയിൽ നിന്ന് ഡേറ്റ ആക്സസ് ചെയ്യുന്നു. പേജിങ്ങും സെഗ്മെന്റേഷനും തമ്മിലുള്ള ഡിഫറൻസ്, പേജിങ്ങിനകത്ത് ഫിക്സഡ് സൈസ് പാർട്ടീഷൻ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. സെഗ്മെന്റേഷനകത്ത് വേരിയബിൾ സൈസ് പാർട്ടീഷൻ യൂസ് ചെയ്യുന്നു. ഒരു യൂസർ എങ്ങനെയാണോ ഒരു പ്രോഗ്രാമിനെ വ്യൂ ചെയ്യുന്നത് ആ ഒരു രീതിയിൽ പ്രോഗ്രാമിനെ ഡിവൈഡ് ചെയ്യും. അതനുസരിച്ച് മെമ്മറിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഡിഫറെന്റ് സെഗ്മെന്റ്സിന് ഡിഫറെന്റ് സൈസ് ആയിരിക്കും ഉള്ളത്. അപ്പൊ നമുക്കത് എവിടെയാണോ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത് അതനുസരിച്ച് അക്കോമഡേറ്റ് ചെയ്യുന്നു. അതിന്റെ ഡീറ്റെയിൽസ് നമ്മളൊരു സെഗ്മെന്റേഷൻ ടേബിളിൽ യൂസ് ചെയ്യുന്നു. ഒരു 2 ഡയമെൻഷണൽ അഡ്രസ് ആയിരിക്കും. അതിനകത്ത് ബേസ് ഉണ്ടാവും, ഓരോ സെഗ്മെന്റേയും സ്റ്റാർട്ടിംഗ് അഡ്രസ് എവിടെയാണെന്നുള്ളത് അതിന്റെ സൈസ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഈ ഒരു രീതിയിലാണ് സെഗ്മെന്റേഷൻ ടേബിൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഹലോ ലക്ഷ്മി. Yes, ma'am. We have few questions. First question is, please explain concept of offset. ഒരു മെമ്മറിക്കകത്ത് ഡേറ്റ ആക്സസ് ചെയ്യുന്നത് വേർഡ് ബൈ വേർഡ്
ചെയ്യുന്നത്. അപ്പൊ നമുക്കൊരു പേജിനകത്ത്, ഒരു പേജ് എന്ന് പറയുമ്പോൾ പേജിനകത്ത് മൾട്ടിപ്പിൾ ഒരു അഡ്രസ് ബസ്സിന് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റി, അതാണ് നമ്മൾ ഒരു പ്രാവശ്യം ആക്സസ് ചെയ്യുന്നത്. ഒരു പേജ് ആസ് എ ഹോൾ റീഡ് ചെയ്തുകൊണ്ട് പോവുകയല്ല ചെയ്യുന്നത്. ഒരു അഡ്രസ് ബസ്സിന് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റി ഉള്ള ഡേറ്റ അങ്ങനെയായിരിക്കും നമ്മൾ റീഡ് ചെയ്യുന്നത്. അപ്പം അതിനകത്ത് നമ്മുടെ സിസ്റ്റത്തിന്റെ അഡ്രസ് ബസ്സിന്റെ കപ്പാസിറ്റി എത്രയാണ്, അതനുസരിച്ച് അതിൻ്റെ ഒരു വേർഡ് സൈസ് ലിമിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. വേർഡിന്റെ സൈസ് എത്രയാണോ അതാണ് ഈ ഓഫ്സെറ്റ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. അറ്റ് എ ടൈം മെമ്മറിയിൽ നിന്ന് റീഡ് ചെയ്യാൻ പറ്റുന്ന ഡേറ്റ, അതിന്റെ കപ്പാസിറ്റിയാണ് ഈ ഓഫ്സെറ്റ് എന്ന് പറയുന്നത്. Okay, ma'am. The next question is, what is storage utilization? സ്റ്റോറേജ് യൂട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ സെക്കൻഡറി സ്റ്റോറേജ് എന്നുള്ള ടേം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണെങ്കിൽ എങ്ങനെയാണ് സെക്കൻഡറി സ്റ്റോറേജ് അല്ലെങ്കിൽ ഹാർഡ് ഡിസ്കിനകത്ത് ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത് എന്നുള്ളതാണ് സ്റ്റോറേജിലേക്ക് വരുന്നത്. നമ്മളിവിടെ പ്രൈമറി മെമ്മറി യൂസ് ചെയ്യുന്ന. ക്വസ്റ്റ്യനും ക്ലിയർ അല്ല എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന്. യൂട്ടിലൈസേഷൻ പ്രൈമറി മെമ്മറിയുടെ സ്റ്റോറേജ് യൂട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, നമുക്കൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പെർഫോമൻസ് എപ്പോഴും എത്രയും കൂടുതൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പെർഫോമൻസ് ക്രൈറ്റീരിയ പ്രോസസ് മാനേജ്മെന്റ് പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ അതിനകത്ത് പറയുന്ന ഏറ്റവും കണ്ടീഷൻ എന്നുള്ളത് നമ്പർ ഓഫ് പ്രോസസ് കംപ്ലീറ്റഡ് പെർ യൂണിറ്റ് ടൈം ആണ് നമുക്കതിന്റെ ഒരു പെർഫോമൻസ് ഇൻഡിക്കേറ്റർ. കൂടുതൽ പ്രോസസ്സുകൾ എക്സിക്യൂട്ട് ചെയ്യും അത് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യണമെങ്കിൽ പ്രൈമറി മെമ്മറിയിലുള്ള പ്രോസസ്സ് മാത്രമേ പ്രോസസ്സറിന് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റൂ. അപ്പൊ എത്ര പ്രോസസ്സ് ഉണ്ടോ അത്രയും പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സെക്കൻഡ് ആയിട്ട് പ്രൈമറി മെമ്മറിയുടെ സ്പേസ് കിടന്നു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ പ്രോസസ്സുകൾ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് എത്രത്തോളം കൂടുതൽ പ്രോസസ്സ് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമോ അത്രയും CPU-ന്റെ യൂട്ടിലൈസേഷൻ കൂട്ടാൻ പറ്റും. അതിന് ഈ വേക്കൻറ്റ് സ്പേസുകൾ അവോയ്ഡ് ചെയ്ത് കൂടുതൽ പ്രോസസ്സുകൾ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് അതിന്റെ യൂട്ടിലൈസേഷൻ ഇംപ്രൂവ് ചെയ്യുന്നത്. Okay, ma'am. Those were the two questions we had. We can continue with the session. Ma'am, we can continue. Those were the only two questions asked by the students. We can continue. നമ്മുടെ നേരത്തെ പേജിങ്ങും സെഗ്മെന്റേഷനകത്തും നോൺ കോണ്ടിഗ്യൂസ് ആയിട്ട് എങ്ങനെയാണ് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറഞ്ഞത്. ഇപ്പം നോൺ കോണ്ടിഗ്യൂസ് ആയിട്ട് മെമ്മറി അലോട്ട് ചെയ്യുമ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞു നമുക്കൊരു 4 GB RAM ആണ് നമ്മുടെ പ്രൈമറി മെമ്മറിയുടെ കപ്പാസിറ്റി. നോർമൽ ഒരു സിസ്റ്റത്തിൽ 4 GB RAM ആയിരിക്കും വരുന്നത്. സെക്കൻഡറി മെമ്മറിയുടെ കപ്പാസിറ്റി എന്നുള്ളത് 1 TB എന്ന് പറഞ്ഞാൽ 1000 GB വരും. ഈ 1000 GB-ക്കകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോഗ്രാംസ് വേണം നമുക്ക് 4 GB മെമ്മറിയിലേക്ക് കൊണ്ടുവരാൻ. പല പ്രോഗ്രാംസിനും അഡ്വാൻസ്ഡ് ഗ്രാഫിക്സ് ഒക്കെ യൂസ് ചെയ്യുന്ന പ്രോഗ്രാംസ് ആണെങ്കിൽ ഈ പറയുന്ന 4 GB തന്നെ ചിലപ്പോൾ മതിയായെന്ന് വരില്ല. അല്ലെങ്കിൽ ഒരു 4 GB സ്പേസ് മതിയായിട്ടുള്ള ഒരു സിംഗിൾ പ്രോഗ്രാം നമുക്ക് എക്സിക്യൂട്ട് ചെയ്താൽ അതിൻ്റെ കൂടെ പാരലി വേറൊരു പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് എങ്ങനെയാണ് ഈ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ മെമ്മറി കപ്പാസിറ്റി കൂട്ടുന്നത്, അതിനെയാണ് നമ്മുടെ വെർച്വൽ മെമ്മറി എന്നുള്ളൊരു കൺസെപ്റ്റ്. വെർച്വൽ മെമ്മറി എന്നുള്ള കൺസെപ്റ്റിനകത്ത് സെക്കൻഡറി മെമ്മറി കൂടെ നമ്മൾ പ്രൈമറി മെമ്മറി പോലെ ആക്കി മാറ്റുന്നു. ആക്ച്വലി പ്രൈമറി മെമ്മറിക്കകത്തുണ്ടെങ്കിൽ മാത്രമേ പ്രോസസ്സറിന് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മളൊരു വിർച്വൽ ആയിട്ട് അങ്ങനെ ഒരു മെമ്മറി കൂടെ വെച്ച് പ്രൈമറി മെമ്മറിയുടെ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാം. ഒരു എൻറ്റയർ പ്രോഗ്രാം മെമ്മറിയിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റൂ എന്നാണ് നമ്മൾ ഇതുവരെ നോക്കിയത്. ഈ ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്താൽ, ഈ ഒരു എക്സാമ്പിൾ നോക്കുക. നമ്മുടെ സിസ്റ്റത്തിൽ P1 എന്നുള്ള ഒരു പ്രോസസ്സ് ഉണ്ട് 2 KB സൈസ്, P2 എന്നുള്ള ഒരു പ്രോസസ്സ് ഉണ്ട് 5 KB സൈസ്. P3 എന്നുള്ള ഒരു പ്രോസസ്സ് ജോബ് ക്യൂവിൽ വെയിറ്റ് ചെയ്യാണ്. P3 എന്നുള്ള പ്രോസസ്സിന്റെ സൈസ് എന്ന് പറയുന്നത് 3 KB ആണ്. 3 KB സൈസ് ഉള്ള ഒരു പ്രോസസ്സ് ഇവിടെ വെയിറ്റ് ചെയ്യുന്നു. ഈ ഒരു പ്രോസസ്സിനകത്ത് ഇപ്പൊ 3 പേജസ് ഉണ്ട്. ഈ 3 പേജിൽ സപ്പോസ് ആദ്യത്തെ 2 പേജിനകത്ത് വരുന്നത്, ആദ്യത്തെ 2 പേജിലുമായിട്ട് ഒരു ലൂപ്പ് വരികയാണ്. ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യണം. അപ്പൊ നമ്മുടെ മെയിൻ പ്രോഗ്രാം തുടങ്ങിയ ഒരു C പ്രോഗ്രാം ആണ്. C പ്രോഗ്രാമിനകത്ത് ഒരു ലൂപ്പ് വരുന്നു. ഈ ലൂപ്പ് നമുക്കൊരു 1000 ടൈംസ് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു ലൂപ്പാണെന്ന് കൺസിഡർ ചെയ്തോളൂ. ഈ 1000 ടൈംസ് ഈ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ
നമുക്ക് ഈ പ്രോസസ്സിന്റെ തേർഡ് പേജ് ആവശ്യമുള്ളൂ. ഇവിടെ നമുക്ക് 2 സ്ലോട്ട് വേക്കൻ്റ് ഉണ്ട്, 2 ഫ്രെയിം വേക്കൻ്റ് ഉണ്ട്. ഈ 2 ഫ്രെയിമിലേക്ക് ഈ പറയുന്ന ആദ്യത്തെ 2 പേജ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ വേറെ ഏതെങ്കിലും ഒരു ഫ്രെയിം ഫ്രീ ആയാൽ, അല്ലെങ്കിൽ ഇതിലൊരു ഫ്രെയിമിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് തേർഡ് പേജിനെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റിയാൽ ഈ അവൈലബിൾ സ്പേസ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, ഈ ഒരു പ്രോഗ്രാമിനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ചിലപ്പോൾ എൻ്റയർ പ്രോഗ്രാം മെമ്മറിയിലേക്ക് കൊണ്ടുവരാതെ തന്നെ നമുക്കത് എക്സിക്യൂട്ട് ചെയ്യാം. കാരണം ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് നോർമലി സീക്വൻഷ്യൽ എക്സിക്യൂഷൻ ആണ്. അതിന്റെ ഫസ്റ്റ് ലൈൻ ഓഫ് കോഡിൽ നിന്നാണ് താഴേക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഈവൻ ലൂപ്പ് വന്നാലും ലൂപ്പ് കഴിഞ്ഞും അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്ത് പോകുന്നു. അപ്പോൾ എൻ്റയർ പ്രോഗ്രാം ഇല്ലാതെ തന്നെ മെജോറിറ്റി ഓഫ് ദ പ്രോഗ്രാംസിന് വർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ എൻ്റയർ പ്രോഗ്രാം ലോഡ് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നത് വരെ നമ്മളൊരു പ്രോസസ്സിനെ സെക്കൻഡറി സ്റ്റോറേജിൽ വെച്ച് വെയിറ്റ് ചെയ്യിക്കേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ അല്ലാതെ തന്നെ നമുക്കതിനെ പ്രൈമറി മെമ്മറിയിലേക്ക് കൊണ്ടുവന്ന് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. വെർച്വൽ മെമ്മറി എന്നുള്ള കൺസെപ്റ്റ് യൂസ്. മെമ്മറി എന്നുള്ള കൺസെപ്റ്റിനകത്ത് സെക്കൻഡറി സ്റ്റോറേജിലെ ഒരു പോർഷൻ കൂടി നമ്മൾ എന്താക്കി മാറ്റുന്നു, പ്രൈമറി മെമ്മറി പോലെ മാറ്റുന്നു. അപ്പൊ പ്രൈമറി മെമ്മറിയുടെ അഡ്രസ്സിംഗ് കപ്പാസിറ്റിയും അതിന്റെ കപ്പാസിറ്റി അനുസരിച്ചാണ് വെർച്വൽ മെമ്മറിയുടെ സൈസ് ഡിസൈഡ് ചെയ്യുന്നത്. ഒരു ഓൺലി പാർട്ട് ഓഫ് ദ പ്രോഗ്രാം നീഡ്സ് ടു ബി ഇൻ മെമ്മറി ഫോർ എക്സിക്യൂഷൻ. വെർച്വൽ മെമ്മറി എന്നുള്ളൊരു കൺസെപ്റ്റ് യൂസ് ചെയ്താൽ ഒരു എൻ്റയർ പ്രോഗ്രാം മെമ്മറിയിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം മാത്രം എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ട. അല്ലാതെ തന്നെ നമുക്കതിൻ്റെ എക്സിക്യൂഷൻ എപ്പോഴാണോ ഏതൊക്കെ പോർഷൻസ് ആവശ്യമുണ്ടോ അതിനെ മാത്രം കൊണ്ടുവരികയും ബാക്കിയുള്ളത് സെക്കൻഡറി സ്റ്റോറേജിൽ കീപ്പ് ചെയ്യാം. ഇവിടെ ആവശ്യമുള്ള പേജസ് കൊണ്ടുവരുന്നു. അത് കഴിഞ്ഞ് അടുത്തത് കൊണ്ടുവരാൻ വേണ്ടി വരുമ്പോൾ നമ്മൾ അതിനെ എന്ത് ചെയ്യുക, ഒരു പ്രോഗ്രാം എക്ക് വേണ്ടിയിട്ട് ഒരു സെറ്റ് ഓഫ് സ്പേസ് ഉണ്ട്, അതിനകത്ത് ആവശ്യമുള്ള പേജസ് കൊണ്ടുവരുന്നു. ഇതിന്റെ റിക്വയർമെന്റ് കഴിയുമ്പോൾ അതിനെ തിരിച്ച് സെക്കൻഡറി സ്റ്റോറേജ് അല്ലെങ്കിൽ വെർച്വൽ മെമ്മറിയിലേക്ക് കൊണ്ടുപോകുന്നു. അത് കഴിഞ്ഞ് ബാക്കിയുള്ള പേജസിനെ പ്രൈമറി മെമ്മറിയിലേക്ക് കൊണ്ടുവരിക. ഇങ്ങനെ പ്രൈമറി മെമ്മറിയിൽ നിന്നും സെക്കൻഡറി മെമ്മറിയിലേക്ക് പേജസ് സ്വാപ്പ് ചെയ്യുന്നതിനാണ് നമ്മുടെ പേജസിനെ കൊണ്ടുപോകുകയും തിരിച്ചുകൊണ്ടുവരികയും ചെയ്യുന്നതിനാണ് സ്വാപ്പിംഗ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഒരു പേജ് അതിന്റെ റിക്വയർമെന്റ് അനുസരിച്ച് അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കൊണ്ടുവരുന്നതിനാണ് നമ്മൾ ഡിമാൻഡ് പേജിംഗ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ നേരത്തെ പേജിംഗ് പറഞ്ഞിരുന്നു. അപ്പൊ പേജിങ്ങിനകത്ത് ഇതുപോലെ പേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. സെക്കൻഡ് ഡിഫറെന്റ് പേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. പ്രൈമറി സ്റ്റോറേജ് നമ്മൾ ഫ്രെയിംസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. പ്രൈമറി സ്റ്റോറേജിനകത്തേക്ക് സെക്കൻഡറി സ്റ്റോറേജിൽ നിന്ന് ഒരു പ്രോഗ്രാം എടുത്താൽ ആ പ്രോഗ്രാമിനകത്തുള്ള എൻ്റയർ പേജസിനെയും പ്രൈമറി സ്റ്റോറേജിലേക്ക് കൊണ്ടുവരുന്നു. അതിനുശേഷം എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇതാണ് പേജിംഗ് എന്നുള്ള കൺസെപ്റ്റ്. ഇതിനെ നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള പേജസ് മാത്രം കൊണ്ടുവരികയാണെങ്കിൽ അത് ഡിമാൻഡ് പേജിംഗ് ആയിട്ട് മാറും. വെർച്വൽ മെമ്മറി യൂസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് പേജിംഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടേം പോലെ തന്നെ ഡിമാൻഡ് ആ സമയത്ത് നമുക്ക് ഏതൊക്കെ പേജാണോ യൂസ് ചെയ്യേണ്ടത് ആ ഡിമാൻഡ് അനുസരിച്ച് വരുന്നു. അപ്പൊ അതാണ് ഡിമാൻഡ് പേജിംഗ്. അപ്പൊ എങ്ങനെയാണ് ഡിമാൻഡ് പേജിംഗ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മളെ പേജ് ടേബിൾ പേജിംഗ് ഹാർഡ്വെയർ ഉണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് എന്തൊക്കെ മോഡിഫിക്കേഷൻസ് വേണം, എൻ്റയർ പ്രോഗ്രാം കൊണ്ടുവരാതെ നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള പേജസ് മാത്രം കൊണ്ടുവന്ന് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഇത് ഒരു ഡിമാൻഡ് പേജിങ്ങിന്റെ സ്ട്രക്ചറാണ്. സെക്കൻഡറി സ്റ്റോറേജിനകത്ത് ഒരു പ്രോഗ്രാം ഇരിക്കുന്നുണ്ട്. ആ പ്രോഗ്രാമിന് 8 പേജാണുള്ളത്. ആ പേജാണ് A to H വരെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഈ 8 പേജും നമുക്ക് എക്സിക്യൂഷൻ തുടങ്ങുമ്പോൾ ഇത്രയും പേജസ് ആവശ്യമില്ല. നമ്മുടെ പേജ് 0 to 7 വരെയുള്ള 7 പേജസ്, 0 to 7 വരെയുള്ള 8 പേജാണ് നമ്മുടെ പ്രോഗ്രാമിനുള്ളത്. പേജിങ്ങിലെ പോലെ തന്നെ ഒരു പേജ് ടേബിൾ ഉണ്ടാവും. ഈ പേജ് ടേബിളിനകത്ത് പേജ് നമ്പറും ഫ്രെയിം നമ്പറും അതിൻ്റെ കൂടെ ഒരു അഡീഷണൽ ബിറ്റും കൂടെ ഉണ്ടാവും. ആ ബിറ്റിനെയാണ് നമ്മൾ വാലിഡ് ഇൻവാലിഡ് ബിറ്റ് എന്ന് പറയുന്നത്. ഇതാണ് വാലിഡ് ഇൻവാലിഡ് ബിറ്റ്. ഈ ഒരു ബിറ്റും കൂടെ ഡിമാൻഡ് പേജിങ്ങിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. പേജ് ടേബിളിനകത്ത് പേജ് നമ്പർ ഉണ്ടാവും. പേജ് നമ്പറിന് കറസ്പോണ്ടിങ് ഫ്രെയിം നമ്പർ ഉണ്ടാവും. അതുപോലെ ഒരു അഡീഷണൽ ബിറ്റും ഉണ്ടാവും, വാലിഡ് ഇൻവാലിഡ് ബിറ്റ്. എങ്ങനെയാണ് ഈ വാലിഡ് ഇൻവാലിഡ് ബിറ്റ് യൂസ് ചെയ്ത് ഡിമാൻഡ് പേജിങ്? നമുക്കിവിടെ 8 പേജ് ഉണ്ടെങ്കിലും
ഇവിടെ നോക്കിയാൽ മതി, ഈ 3 പേജസ് മാത്രമേ നമ്മൾ പ്രൈമറി മെമ്മറിയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളൂ. എ, സി ആൻഡ് എഫ്, ഈ 3 പേജ് മാത്രമേ ഈ കറണ്ട് സിറ്റുവേഷൻ പ്രൈമറി മെമ്മറിക്കകത്തുള്ളൂ. ഈ പേജ് എ എന്ന് പറയുന്നത് അതിന്റെ പേജ് നമ്പർ 0 ആണ്. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പേജ് ടേബിൾ നോക്കിയാൽ മതി. പേജ് നമ്പർ 0 സ്റ്റോർ ചെയ്തിരിക്കുന്ന ഫ്രെയിം നമ്പർ 4ലാണ്. സോ വാലിഡ് ഇൻവാലിഡ് ബിറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആ പേജ് പ്രൈമറി മെമ്മറിക്കകത്തുണ്ടോ ഇല്ലയോ എന്നാണ്. ബിറ്റ് വാലിഡ് ആണെങ്കിൽ അത് പ്രൈമറി മെമ്മറിക്കകത്തുണ്ട്, ഇൻവാലിഡ് ആണെങ്കിൽ അത് പ്രൈമറി മെമ്മറിയിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. നമ്മുടെ പേജ് ടേബിൾ അതിൽ 0 എന്നുള്ള പേജ് 4th ഫ്രെയിമിൽ വെച്ചിരിക്കുന്ന വാലിഡ് ബിറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പേജ് 1 ഇപ്പോഴും സെക്കൻഡറി മെമ്മറിക്കകത്ത്, സോ അതിന് ഫ്രെയിം നമ്പർ ഇല്ല, ഇൻവാലിഡ് ആണ്. പേജ് 2 സ്റ്റോർ ചെയ്തിരിക്കുന്ന 6th ഫ്രെയിമിലാണ്. ഇവിടെ ഫ്രെയിം നമ്പർ 6 കൊടുത്തിട്ടുണ്ട്, വാലിഡ് ബിറ്റ്. ഇനി ഒരു പേജ് മാത്രമേ ലോഡ് ചെയ്തിട്ടുള്ളൂ. പേജ് 5th പേജ് 9th ഫ്രെയിമിലാണ് വെച്ചിരിക്കുന്നത്. അതിന്റെയും വാലിഡ് ഇൻവാലിഡ് ബിറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള പേജസ് എല്ലാം പേജ് ടേബിളിൽ എൻട്രി ഉണ്ട്, പക്ഷെ അതിന് വാലിഡ് ഇൻവാലിഡ് ബിറ്റ് ഇൻവാലിഡ് എന്നുള്ളത് മാത്രമേ ഇൻഡിക്കേഷൻ ഉള്ളൂ. 8 പേജുള്ള ഈ പ്രോഗ്രാമിന്റെ 3 പേജ് മാത്രമേ നമ്മൾ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്തിട്ടുള്ളൂ. ആ 3 പേജ് മാത്രമാണ് നമുക്ക് ഇപ്പോൾ എക്സിക്യൂട്ട് ചെയ്യാൻ ആവശ്യം. ആ 3 പേജ് മാത്രം മെമ്മറിയിലേക്ക് കൊണ്ടുവരുന്നു, എക്സിക്യൂഷൻ തുടങ്ങുന്നു. എക്സിക്യൂഷൻ തുടങ്ങി. എക്സിക്യൂഷൻ തുടങ്ങുമ്പോൾ ഏതെങ്കിലും പേജ് 0 ഉണ്ട്, പേജ് 2 ഉണ്ട്, പേജ് 5 ഉണ്ട്. പേജ് 0യും പേജ് 2ഉം എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പേജ് 4 റിക്വയർമെന്റ് വരുന്നു എന്ന് വിചാരിക്കുക. സപ്പോസ് നമുക്ക് പേജ് 4 വേണം. പേജ് 4 നോക്കുമ്പോൾ ഇവിടെ അവൈലബിൾ അല്ല. അപ്പൊ നമുക്കൊരു പേജ് ആവശ്യമുണ്ട്, അത് മെമ്മറിയിൽ നോക്കുമ്പോൾ അത് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ അതിനാണ് പേജ് ഫോൾട്ട് എന്ന് പറയുന്നത്. നമുക്കൊരു പേജ്, ആ പേജിനകത്തുള്ള കോഡ് CPU എക്സിക്യൂട്ട് ചെയ്യാൻ വേണം. CPU മെയിൻ മെമ്മറിയിലേക്ക് നോക്കുമ്പോൾ ആ പേജ് മെയിൻ മെമ്മറിയിൽ ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ ആ സിറ്റുവേഷനാണ് പേജ് ഫോൾട്ട് എന്ന് പറയുന്നത്. അപ്പൊ പേജ് ഫോൾട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പ്രോസസ്സർ നോക്കുന്നു എവിടെയാണ് ഫ്രീ ആയിട്ടുള്ള ഫ്രെയിം അവൈലബിൾ ആയിട്ടുള്ളത്. ആ ഫ്രെയിമിലേക്ക് ആ പേജിനെ സെക്കൻഡറി മെമ്മറിയിൽ നിന്ന് ലോഡ് ചെയ്യുന്നു, പേജ് ടേബിൾ അപ്ഡേറ്റ് ചെയ്യുന്നു. ഇതാണ് ഡിമാൻഡ് പേജിങ് നടക്കുന്നത്. ഡിമാൻഡ് പേജിങ്ങിന്റെ ഡയഗ്രാം ഇതാണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം സ്റ്റെപ്പ് 1 ഒരു പേജിലേക്ക് റെഫറൻസ് വരുന്നു. ആ പേജിലേക്ക് ഒരു റെഫറൻസ് വരുമ്പോൾ പേജ് ടേബിളിൽ വന്ന് നോക്കും. ആ പേജ് ടേബിളിനകത്ത് അതിന്റെ എൻട്രി എന്താണ്, മെമ്മറിക്കകത്തുണ്ടോ. ഈ പേജ് ടേബിളിൽ വന്ന് ഈ ടേബിളിൽ എൻട്രി നോക്കിയപ്പോഴേക്കും അതിന്റെ വാലിഡ് ഇൻവാലിഡ് ബിറ്റ് I ആണ്, അതായത് ഇൻവാലിഡ് ആണ്, അതിനെ പ്രൈമറി മെമ്മറിയിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. ഇവിടെ ഒരു എറർ വരുന്നു. എറർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് മനസ്സിലായി ആ പേജ് എവിടെയാണ് ഇരിക്കുന്നത്, സെക്കൻഡറി സ്റ്റോറേജിലാണ്. അതിനെ പ്രൈമറി മെമ്മറിയിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റൂ. പ്രൈമറി മെമ്മറിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നു. സെക്കൻഡറി മെമ്മറിയിൽ നിന്ന് ആ ഫ്രെയിം ആക്സസ് ചെയ്യുന്നു, അതിനെ പ്രൈമറി മെമ്മറിയിലേക്ക് കൊണ്ടുവരുന്നു. ഫ്രീ ഫ്രെയിം ഏതാണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്ത് ആ ഫ്രെയിമിലേക്ക് കൊണ്ടുവരിക. ആ ഫ്രെയിമിലേക്ക് കൊണ്ടുവരുന്നു. അതിന്റെ ഫ്രെയിം നമ്പർ ഏതാണെന്ന് വെച്ചാൽ പേജ് ടേബിളിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നു. ഇത്രയും പ്രോസസ്സുകളാണ് ഒരു ഡിമാൻഡ് പേജിങ്ങിനകത്ത് ഒരു പേജ് ആക്സസ് ചെയ്യുമ്പോൾ നടക്കുന്നത്. ഇവൻ ആദ്യം വരുമ്പോൾ ഇത് ഇൻവാലിഡ് അല്ല വാലിഡ് ആണെന്ന് വിചാരിച്ചാൽ ഡയറക്റ്റ് അത് ആക്സസ് ചെയ്യും, വേറൊന്നും ചെയ്യാനില്ല. വാലിഡ് ആണോ ഇൻവാലിഡ് ആണോ എന്നുള്ളതാണ് ആദ്യം ചെക്ക് ചെയ്യുന്നത്. വാലിഡ് ആണെങ്കിൽ ആ പേജ് റീഡ് ചെയ്യും, അത് എക്സിക്യൂട്ട് ചെയ്യും. ഇൻവാലിഡ് ആണെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഇൻഡിക്കേഷൻ കിട്ടും, അത് സെക്കൻഡറി സ്റ്റോറേജിൽ നിന്ന് എന്നാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അതിലേക്ക് റെഫറൻസ് വരുന്നു, നോക്കും ഇൻവാലിഡ് ബിറ്റ് ആണ്, അങ്ങനെ ഒരു പേജ് അവിടെ അവൈലബിൾ അല്ല. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലേക്ക് ഇൻഡിക്കേഷൻ പോയി, സെക്കൻഡറി സ്റ്റോറേജിൽ ആ ഫ്രെയിം എവിടെയാണ് ഇരിക്കുന്നതെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നു. ആ ഫ്രെയിമിനെ പ്രൈമറി മെമ്മറിയിലേക്ക് കൊണ്ടുവരുന്നു. എവിടെയാണ് ഫ്രീ ലൊക്കേഷൻ ഉള്ളതെന്ന് ഐഡന്റിഫൈ ചെയ്ത് ആ ലൊക്കേഷനിലേക്ക് കൊണ്ടുവരിക. അതിന്റെ ഫ്രെയിം നമ്പർ എടുത്ത് പേജ് ടേബിളിലേക്ക് അപ്ഡേറ്റ് ചെയ്യുക. ഇത്രയും പ്രോസസ്സ് കഴിയുമ്പോഴാണ് ഒരു പേജ് ഫോൾട്ട് ഹാൻഡിൽ ചെയ്യുന്നത് അവസാനിക്കുന്നത്. ഡിമാൻഡ് പേജിങ്ങിനകത്ത് എല്ലാ പേജും പ്രൈമറി മെമ്മറിയിൽ വേണമെന്ന് നിർബന്ധമില്ല. 8 പേജ് ഉള്ളതിൽ നമുക്ക് 3 പേജ് മാത്രം പ്രൈമറി മെമ്മറിയിലേക്ക് കൊണ്ടുവന്നിട്ടാണ് ഇതിന്റെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്തത്. ബാക്കിയുള്ള പേജസ് നമുക്ക് ആവശ്യമുണ്ട്. എപ്പോഴാണോ ആവശ്യം വരുന്നത് ആ സമയത്ത് അതിനെ ലോഡ് ചെയ്യുന്നു. അതുകൊണ്ടാണ് അതിനെ ഡിമാൻഡ് പേജിംഗ് എന്ന് പറയുന്നത്. ഒരു പേജ് റിക്വയർ ചെയ്യുന്ന സമയത്ത് അത് മെയിൻ മെമ്മറിക്കകത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ
ആ ഒരു സിനാരിയോ ആണ്, സിറ്റുവേഷനാണ് നമ്മൾ പേജ് ഫോൾട്ട് എന്ന് പറയുന്നത്. പേജ് ഫോൾട്ട് ഹാൻഡിൽ ചെയ്യുന്ന മെത്തേഡാണിത്. നമുക്കൊരു ഫ്രീ ഫ്രെയിമിലേക്ക് ഇത് വരുന്നു എന്ന് പറഞ്ഞു. എല്ലാ സമയത്തും ഫ്രീ ആയിട്ട് ഫ്രെയിം അവൈലബിൾ ആയിരിക്കണം എന്നില്ല. പക്ഷേ ഈ പേജ് കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് എക്സിക്യൂഷൻ കണ്ടിന്യൂ ചെയ്യാനും പറ്റുള്ളൂ. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ ഓൾറെഡി ലോഡ് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഒരു പേജിനെ നമുക്ക് തിരിച്ച് ബാക്ക് സ്റ്റോറിലേക്ക് കൊണ്ടുപോയിട്ട് വേണം എന്ത് ചെയ്യാൻ, അടുത്ത ഫ്രെയിമിനെ കൊണ്ടുവരാൻ. അതിനെയാണ് നമ്മൾ പേജ് റീപ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഒരു സിറ്റുവേഷൻ, നമ്മുടെ പ്രൈമറി മെമ്മറി ഫില്ലായി പോയി, നമുക്കൊരു പേജ് കൂടെ കിട്ടിയാൽ മാത്രമേ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ ആ പേജിനെ കൊണ്ടുവരാൻ വേണ്ടി ഓൾറെഡി ലോഡ് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഒരു പേജിനെ റീപ്ലേസ് ചെയ്യേണ്ടി വരും. പേജ് റീപ്ലേസ്മെന്റ് അതാണ്. ഡിമാൻഡ് പേജിങ്, വിർച്വൽ മെമ്മറി എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രൈമറി മെമ്മറിയുടെ കപ്പാസിറ്റിയേക്കാൾ കൂടുതൽ വലുതായിട്ടുള്ള ഒരു പ്രോഗ്രാം നമുക്ക് എക്സിക്യൂട്ട് ചെയ്യണം. എനിക്ക് പ്രൈമറി മെമ്മറിയുടെ കപ്പാസിറ്റി എൻഹാൻസ് ചെയ്യണം. അതിനുവേണ്ടി സെക്കൻഡറി സ്റ്റോറേജിൽ ഒരു പോർഷൻ കൂടെ പ്രൈമറി മെമ്മറി പോലെ വർക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ വിർച്വൽ മെമ്മറി എന്ന് പറയുന്നത്. വിർച്വൽ മെമ്മറി യൂസ് ചെയ്യുമ്പോൾ എൻ്റയർ പ്രോഗ്രാം ലോഡ് ചെയ്യാതെ ആവശ്യമുള്ള പേജസ് ഏതാണോ അതിനെ മാത്രം പ്രൈമറി മെമ്മറിയിലേക്ക് കൊണ്ടുവരുന്നു, അത് എക്സിക്യൂട്ട് ചെയ്യുന്നു. റിക്വയർമെന്റ് അനുസരിച്ച് കൊണ്ടുവരുന്നതാണ് ഡിമാൻഡ് പേജിങ്. ഡിമാൻഡ് പേജിങ്ങിനകത്ത് ഒരു പേജ് ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് നോക്കി. ഒരു പേജ് ഫോൾട്ട് ഒക്കർ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് പേജ് പ്രൈമറി മെമ്മറിക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ അതിനെ മെമ്മറിയിൽ നിന്ന് പ്രൈമറി മെമ്മറിയിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവരുമ്പോൾ പ്രൈമറി മെമ്മറിയിൽ വേക്കൻ്റ് ആയിട്ടുള്ള സ്പേസ് ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഓൾറെഡി ലോഡ് ചെയ്തിരിക്കുന്ന ഒരു പേജിനെ എടുത്ത് മാറ്റിയിട്ട് മാത്രമേ നമുക്ക് പുതിയൊരു പേജ് അവിടേക്ക് ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് നമ്മൾ പേജ് റീപ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. പേജ് റീപ്ലേസ്മെന്റ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫ്രീ ഫ്രെയിം, എങ്ങനെയാണ് പേജ് റീപ്ലേസ് ചെയ്യുന്നത്, നമുക്കൊരു ഫ്രെയിമിനെ, ഒരു പേജിനെ കൊണ്ടുവരണം, ഒരു ഫ്രീ ഫ്രെയിം ഉണ്ടോ എന്ന് നോക്കും. ഫ്രീ ഫ്രെയിം ഇല്ല എന്നുണ്ടെങ്കിൽ ഏത് പേജാണോ റീപ്ലേസ് ചെയ്യേണ്ടതെന്നുള്ള ഐഡന്റിഫൈ ചെയ്യുന്നു. അങ്ങനെ ഏത് പേജാണോ നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ടത് അത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഡിഫറെൻറ്റ് പേജ് റീപ്ലേസ്മെന്റ് അൽഗോരിതംസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, എന്തെങ്കിലും ഒരു മെത്തേഡ് യൂസ് ചെയ്ത് മാത്രമേ നമുക്ക് ഒരു പേജിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ഏത് മെത്തേഡ് യൂസ് ചെയ്ത് റീപ്ലേസ് ചെയ്യണം, ഒരു പേജ് ഇൻവാലിഡ് ആണ്, അതിനെ ലോഡ് ചെയ്യണം. അപ്പൊ ലോഡ് ചെയ്യാൻ വേണ്ടി മെമ്മറിയിൽ സ്പേസ് ഇല്ല. അപ്പൊ ആ സ്പേസിന് വേണ്ടിയിട്ട് നമ്മളൊരു വിക്ടിമിനെ ഐഡന്റിഫൈ ചെയ്യുന്നു. ആ വിക്ടിമിനെ നമ്മൾ സെക്കൻഡറി സ്റ്റോറേജ്, ടെമ്പററിലി അതിനെ സെക്കൻഡറി സ്റ്റോറേജിലേക്ക് മൂവ് ചെയ്യും. കറണ്ട് റിക്വയർമെന്റ് ഉള്ള പേജിനെ ഇവിടേക്ക് കൊണ്ടുവരും. ഇങ്ങനെ ഒരു ഇതിനെയാണ് നമ്മൾ സ്വാപ്പിംഗ് എന്ന് പറയുന്നത്. ഈ വിക്ടിമിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഏത് പേജിനെയാണ് മാറ്റേണ്ടത് അത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിഫറെൻറ്റ് പേജ് റീപ്ലേസ്മെന്റ് അൽഗോരിതംസ് യൂസ് ചെയ്യുന്നത്. ആദ്യത്തെ അൽഗോരിതമാണ് FIFO പേജ് റീപ്ലേസ്മെന്റ്, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. നമ്മളിപ്പോൾ പ്രോസസ് മാനേജ്മെന്റ്, പ്രോസസ് എക്സിക്യൂഷന്റെ കേസിൽ നമ്മൾ പറഞ്ഞതാണ് FIFO എന്നുള്ള അൽഗോരിതം. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, ആദ്യം മെമ്മറിയിലേക്ക് കൊണ്ടുവന്ന പേജ് ഏതാണോ അതിനെ റീപ്ലേസ് ചെയ്യുന്നു. ഇവിടെ ഈ ഇവിടെ ആദ്യം 3 വേക്കൻറ്റ് സ്പേസ് ഉണ്ട്, 7 എന്നുള്ളതിനെ കൂടെ വരുന്നു 701. ഫോർത്ത് രണ്ടാമത് 2 വെക്കാൻ വരുമ്പോൾ നമുക്ക് ആകെ 3 ഫ്രെയിമേ ഉള്ളൂ. 2 എന്നുള്ള പേജ് വെക്കാനുള്ള സൈസ് ഇവിടെ ഇല്ല. ഇവിടെ ആദ്യം ലോഡ് ചെയ്ത ഫ്രെയിം എന്നുള്ളത് 7 ആണ്. 7നെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ പകരം 2വിനെ കൊണ്ടുവരുന്നു. ഇതിനെയാണ് നമ്മുടെ FIFO പേജ് ഫസ്റ്റ് ലോഡ് ചെയ്ത പേജ് ഏതാണോ അതിനെ റീപ്ലേസ് ചെയ്യുന്നു. അതാണ് FIFO പേജ് റീപ്ലേസ്മെന്റ് അൽഗോരിതം. ഈ പേജ് റീപ്ലേസ്മെന്റ് അൽഗോരിതം നമ്മൾ നോക്കുക, ഇവിടെ ഇപ്പൊ 3 പേജേ ഉള്ളൂ, 3 ഫ്രെയിമേ ഉള്ളൂ നമുക്ക് പേജ് ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ ഫ്രെയിമിന്റെ നമ്പർ കൂട്ടാം. അങ്ങനെ വരുമ്പോൾ പേജ് ഫോൾട്ട് കുറയ്ക്കാൻ പറ്റും. 3 പേജ് ഉള്ളതുകൊണ്ടാണ്. 5 പേജ് ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, 5 പേജ് ലോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ പേജ് ഫോൾട്ട് വരുള്ളൂ. അങ്ങനെ നമുക്ക് പേജ് ഫോൾട്ട് കുറയ്ക്കാൻ പറ്റും നമ്പർ ഓഫ് ഫ്രെയിംസ് കൂട്ടിക്കഴിഞ്ഞാൽ. FIFO യൂസ് ചെയ്യുമ്പോൾ ചില സിറ്റുവേഷനിൽ ചില നമ്പർ ഓഫ് സീക്വൻസ് നമ്മൾ പേജസ് ആക്സസ് ചെയ്യാൻ നോക്കുമ്പോൾ പേജ് ഫോൾട്ട് കുറയ്ക്കാൻ വേണ്ടി നമ്പർ ഓഫ് ഫ്രെയിംസ് കൂട്ടിയാൽ ചില സമയത്ത് നമ്പർ ഓഫ് ഫ്രെയിംസ് കൂടുന്നതിനനുസരിച്ച് പേജ് ഫോൾട്ടും കൂടും. ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ ബെനഡിക്സ് അനോമലി എന്ന് പറയുന്നത്. എല്ലാ സിറ്റുവേഷനിലും ഇല്ല,
ചില സീക്വൻസിൽ നമ്മൾ പേജസ് ആഡ് ചെയ്യാൻ ആക്സസ് ചെയ്യാൻ നോക്കുമ്പോൾ നമ്പർ ഓഫ് ഫ്രെയിംസ് പ്രൈമറി മെമ്മറിയുടെ കൂടുന്നതിനനുസരിച്ച് പേജ് ഫോൾട്ടും കൂടും. ആ ഒരു സെഷനെയാണ് ബെലഡീസ് അനോമലി എന്ന് പറയുന്നത്. FIFO പേജ് റീപ്ലേസ്മെന്റ് അൽഗോരിതത്തിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ് ബെലഡീസ് അനോമലി. ഇതിനകത്ത് FIFO അൽഗോരിതം ഏത് സീക്വൻസിലാണോ മെമ്മറിയിലേക്ക് പേജസിന് അലോട്ട് ചെയ്ത് കൊടുക്കുന്നത് അതേ ഓർഡറിൽ നമ്മളൊരു ക്യൂവിൽ നിൽക്കുന്നു, ആദ്യം വരുന്ന ആളിന് ആദ്യം കിട്ടും, ആ പുറത്തേക്ക് ഇറങ്ങുന്നതും എപ്പോഴും ആദ്യം വരുന്ന ആളായിരിക്കും. ആ ഒരു രീതിയിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനെയാണ് FIFO എന്ന് പറയുന്നത്. ഒരു സാധനം എന്തെങ്കിലും വാങ്ങിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ ഒരു എക്സിബിഷൻ പോകുന്നു, എക്സിബിഷൻ വരുമ്പോൾ ക്യൂവിന്റെ ഫ്രണ്ടിലുള്ള ആൾ ആദ്യം കയറും, ഏറ്റവും ആദ്യം എക്സിബിഷൻ ഹാള് കണ്ടിട്ട് ആ ഒരു സീക്വൻസിൽ മാത്രമേ നമുക്ക് നടക്കാൻ പറ്റുള്ളൂ, എന്ത് ചെയ്യും, പുറത്തേക്ക് ഇറങ്ങുന്നതും ആദ്യം പോയ ആളായിരിക്കും. ആ ഒരു രീതിയിലാണ് പേജ് ഹാൻഡിൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനെയാണ് FIFO പേജ് റീപ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. രണ്ടാം പേജ് റീപ്ലേസ്മെന്റ് അൽഗോരിതമാണ് ഒപ്റ്റിമൽ അൽഗോരിതം. ഈ പേജ് റീപ്ലേസ്മെന്റ്, പേജ് ഫോൾട്ടിന്റെ എണ്ണം കുറയ്ക്കുക എന്നുള്ളതാണ് പേജ് റീപ്ലേസ്മെന്റ് അൽഗോരിതത്തിന്റെ ക്രൈറ്റീരിയ. അപ്പൊ ആ ഒരു പേജ് റീപ്ലേസ്മെന്റ് അൽഗോരിതത്തിന്റെ പേജ് ഫോൾട്ടിന്റെ എണ്ണം കുറയ്ക്കാൻ വേണ്ടി അടുത്ത അൽഗോരിതം ഒപ്റ്റിമൽ അൽഗോരിതത്തിൽ ചെയ്യുന്നത് ഫ്യൂച്ചർ റിക്വയർമെന്റ് നോക്കുന്നു. ഫ്യൂച്ചറിൽ നമുക്ക് റീസെന്റ് ആയിട്ടൊന്നും യൂസ് ചെയ്യേണ്ട വേണ്ട, കുറേ സമയം കഴിഞ്ഞിട്ട് മാത്രം ഒരു പേജ് മതി എന്നുണ്ടെങ്കിൽ ആ പേജിനെ ആയിരിക്കും, അങ്ങനെയാണ് നമ്മൾ ഒപ്റ്റിമൽ അൽഗോരിതം എന്ന് പറയുന്നത്. 3 പേജസ് ആദ്യത്തെ 3 ഫ്രെയിമിലായിട്ട് ലോഡ് ചെയ്തു. 4ാമത്തെ പേജ് വരുന്നു, 2 എന്നുള്ള പേജ് നമുക്ക് ഇവിടെ ലോഡ് ചെയ്യണം. 3 പേജും 3 ഫ്രെയിംസും ഫില്ലാണ്. 2 റീപ്ലേസ് ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പൊ ഇവിടെ സ്റ്റോർ ചെയ്തിരിക്കുന്ന 701 ഈ 3 പേജിലും ഏറ്റവും അവസാനം ആക്സസ് വരുന്ന ഏതിനാണ്? റീസെന്റ് ആയിട്ടൊന്നും നമുക്ക് 0 എന്നുള്ളതിന് തൊട്ടടുത്ത് നമ്മുടെ റിക്വയർമെന്റ് 0 ആണ്. 1 നോക്കുമ്പോൾ 1ന്റെ റിക്വയർമെന്റ് ഇവിടെയാണ്. 7 വരുന്നത് ഏറ്റവും അവസാനം മാത്രം നമുക്ക് 7 മതി. നമ്മൾ ഫ്യൂച്ചറിലേക്ക് നോക്കുക, ഏറ്റവും ലാസ്റ്റ് യൂസ് വരുന്ന പേജ് ഏതാണോ അതിനെ റീപ്ലേസ് ചെയ്യുന്നു. 7നെ റീപ്ലേസ് ചെയ്ത് പകരം അവിടെ ഏത് കൊണ്ടുവരുന്നു? 2 കൊണ്ടുവരുന്നു. ഈ ഒരു മെത്തേഡിലാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതാണ് ഒപ്റ്റിമൽ അൽഗോരിതം. ഓയുടെ അൽഗോരിതം യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഒപ്റ്റിമൽ അൽഗോരിതത്തിനും ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. നമുക്ക് ഫ്യൂച്ചറിൽ ഏതൊക്കെ പേജ് വേണം എന്നറിഞ്ഞാൽ മാത്രമേ ഒപ്റ്റിമൽ അൽഗോരിതം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. മൂന്നാമത്തെ അൽഗോരിതമാണ് LRU പേജ് റീപ്ലേസ്മെന്റ് അൽഗോരിതം, ലീസ്റ്റ് റീസെന്റ്ലി യൂസ്ഡ്. ഇപ്പൊ ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യുക എന്നുള്ളത്, അല്ലെങ്കിൽ ഫ്യൂച്ചറിലെ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് ചെയ്യുക എന്നുള്ളത് എപ്പോഴും ഡിഫിക്കൽട്ട് ആയിരിക്കും. ഫാസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ കയ്യിലുള്ള ഡേറ്റ ആയിരിക്കും. ഫാസ്റ്റ് യൂസ് ചെയ്ത് പേജ് റീപ്ലേസ്മെന്റ് യൂസ് ചെയ്യുന്നു. അതിനെയാണ് ഫാസ്റ്റ് നോളജ് യൂസ് ചെയ്ത് പേജ് റീപ്ലേസ്മെന്റ് നടത്തുന്നു. അതാണ് LRU അൽഗോരിതത്തിൽ ചെയ്യുന്നത്. അപ്പൊ ഫാസ്റ്റിൽ ഏറ്റവും കുറവ് യൂസ് ചെയ്തിട്ടുള്ളത് ഏതാണോ അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റീപ്ലേസ് ചെയ്യുന്നത്. എല്ലാ സിറ്റുവേഷനിലും പോലെ ആദ്യത്തെ 3 പേജസ് ലോഡ് ചെയ്യുന്നു. 2 വരുമ്പോൾ ഫാസ്റ്റിൽ ഏറ്റവും അവസാനം, കാരണം 7 യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് 0 യൂസ് ചെയ്യുന്നത്. അപ്പൊ ഏറ്റവും മുൻപ് യൂസ് ചെയ്തത് 7 എന്നുള്ളതാണ്. 7 മാറിയിട്ട് അവിടെ 2 വരുന്നു. 0 വരുമ്പോൾ 0 വരുന്നു. 3 നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും അവസാനം ആക്സസ് ചെയ്ത ഏതാണ്? 1 ആണ്. 1 മാറിയിട്ട് അവിടെ പകരം 3 വരിക. പിന്നെ ബാക്കിലേക്ക് നോക്കുക. 3 എന്നുള്ളൊരു പോയിന്റ് വരുമ്പോൾ ഇവിടെ നിന്ന് ബാക്കിലേക്ക് നോക്കിയാൽ 0 ആക്സസ് ഉണ്ട്. 0 കഴിഞ്ഞിട്ട് 1. ഇപ്പൊ ഇവിടെ നിൽക്കുന്ന 0, 2, 0, 1 ഇത് 0ക്ക് തൊട്ട് മുമ്പ് 2 ആക്സസ് ചെയ്തു. അതിനു മുമ്പാണ് ഏത് ആക്സസ് ചെയ്തിരിക്കുന്നത്? 1 ആക്സസ് ചെയ്തിരിക്കുന്നത്. ഫാസ്റ്റിൽ ഏറ്റവും ലേറ്റ് ആയിട്ട് ആക്സസ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ചെയ്തിരിക്കുന്ന 1 ആണ്. 1ന് ശേഷം 2ഉം 0യും വന്നു. ഏറ്റവും നേരത്തെ ആക്സസ് ചെയ്ത പേജ് ഏതാണോ അത് റീപ്ലേസ് ചെയ്യുന്നു. അതാണ് LRU അൽഗോരിതത്തിൽ യൂസ് ചെയ്യുന്നത്. നമ്മൾ കുറെ നേരമായിട്ടൊരു പേജ് ഉപയോഗിക്കാതിരിക്കുകയാണെങ്കിൽ അത് മാറ്റിയിട്ട് അവിടെ പകരം പുതിയ പേജ് വരുന്നു. ആണെങ്കിൽ ആദ്യം വരുന്നത്, ഇങ്ങനെയുള്ള കണ്ടീഷനൊന്നും നോക്കുന്നില്ല, ആദ്യം വരുന്ന ഏതാണോ അതിനെ ആദ്യം തന്നെ പുറത്തേക്ക് വിടുന്നു. LRUവിനകത്ത് ഫ്യൂച്ചറിൽ LRU ആണ്, നമുക്ക് കുറെ സമയത്തേക്ക് ആ പേജ് ആവശ്യമില്ലെങ്കിൽ അതിനെ റീപ്ലേസ് ചെയ്യാം. പക്ഷെ ഫ്യൂച്ചർ റിക്വയർമെന്റ് എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഒപ്റ്റിമൽ അൽഗോരിതം യൂസ് ചെയ്യാൻ പറ്റൂ.
എല്ലാറിയും പാസ്റ്റ് നോളജ് വെച്ച് പാസ്റ്റിൽ കുറെ നേരമായിട്ട് നമ്മൾ യൂസ് ചെയ്യാതെ ഒരു പേജ് വെച്ചേക്കുന്നതിനെ റീപ്ലേസ് ചെയ്യുന്നു. ഈ 3 പേജ് റീപ്ലേസ്മെന്റ് അൽഗോരിതം യൂസ് ചെയ്ത് ഒരു വിക്ടിമിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. FIFO അൽഗോരിതം ആദ്യം ലോഡ് ചെയ്യുന്ന പേജ് ഏതാണോ അതിനെ റീപ്ലേസ് ചെയ്യുന്നു. ഒപ്റ്റിമൽ അൽഗോരിതം ഫ്യൂച്ചറിനകത്ത് കുറേ സമയത്തേക്ക് നമുക്ക് റിക്വയർമെന്റ് ഒന്നും ഇല്ലാതെ ഒരു പേജ് ഇരിക്കുകയാണെങ്കിൽ അതിനെ റീപ്ലേസ് ചെയ്യും. എല്ലാറിയും അൽഗോരിതം പാസ്റ്റിൽ അത് ലോഡ് ചെയ്ത് കുറേ സമയമായിട്ട് അത് ഉപയോഗിച്ചിട്ടില്ല, ഒരിക്കൽ യൂസ് ചെയ്ത് കഴിഞ്ഞു പിന്നെ അത് യൂസ് ചെയ്യാതെ വെക്കുകയാണെങ്കിൽ അങ്ങനെ വരുന്ന പേജസ് ഐഡന്റിഫൈ ചെയ്ത് പാസ്റ്റ് നോളജ് അനുസരിച്ച് അതിനെ റീപ്ലേസ് ചെയ്യുന്നു. പേജ് റീപ്ലേസ്മെന്റ് വരുമ്പോൾ നമുക്കറിയാം ഒരു പേജ് ലോഡ് ചെയ്യുന്നു, ഓരോ പേജും പ്രോസസ്സും മെമ്മറിയിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളൊരു മൾട്ടി പ്രോഗ്രാമിംഗ് എൻവയോൺമെന്റിലാണ് പറഞ്ഞത്. ത്രാഷിംഗ്, യൂട്ടിലൈസേഷൻ, ഡിഗ്രി ഓഫ് മൾട്ടി പ്രോഗ്രാമിംഗ് കൂട്ടുക. ഡിഗ്രി ഓഫ് മൾട്ടി പ്രോഗ്രാമിംഗ് കൂടുതൽ പ്രോഗ്രാംസ് മെമ്മറിയിലേക്ക് കൊണ്ടുവരുന്നതിനനുസരിച്ച് CPU-ന്റെ യൂട്ടിലൈസേഷൻ കൂടിക്കൊണ്ടിരിക്കും. ഇങ്ങനെ കൂടി ഒരു പർട്ടിക്കുലർ സ്റ്റേജ് വന്ന് പ്രോഗ്രാംസ് വീണ്ടും കൂടിയാൽ ആ പ്രോഗ്രാംസ് CPU യൂട്ടിലൈസേഷൻ എന്നുള്ളത് എൻ്റെ എക്സിക്യൂഷന് പകരം, കാരണം ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഒരു 10 പ്രോഗ്രാം ഉണ്ട്. ഓരോ പ്രോഗ്രാമിൻ്റെ നമ്മുടെ മെമ്മറി ആകെ 10 ഫ്രെയിം മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. 10 പ്രോഗ്രാമിൻ്റെ പേജ് നമ്മൾ കൊണ്ടുവന്നിരിക്കുക മെമ്മറിയിലേക്ക്. എല്ലാ പ്രോഗ്രാമിൻ്റെയും ഓരോ പേജ് ഉണ്ടാവും. ആ പേജിൽ 2 ഇൻസ്ട്രക്ഷൻ കഴിയുമ്പോൾ നമുക്ക് അടുത്ത പേജ് വേണം. അപ്പം എന്ത് ചെയ്യും? ഇതിലൊരു പ്രോഗ്രാമിനെ മാറ്റിയിട്ട് അടുത്ത പേജിനെ കൊണ്ടുവരും. അപ്പം നമ്മുടെ എക്സിക്യൂഷൻ ടൈമിനേക്കാൾ കൂടുതൽ നമ്മൾ പേജ് റീപ്ലേസ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ ടൈം എടുക്കേണ്ടി വരും. പേജ് റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കും. ഒരു പർട്ടിക്കുലർ ലിമിറ്റിൽ കൂടുതൽ ഡിഗ്രി ഓഫ് മൾട്ടി പ്രോഗ്രാമിംഗ് കൂട്ടിക്കഴിഞ്ഞാൽ, അതായത് നമ്പർ ഓഫ് പ്രോഗ്രാംസ് മെമ്മറിക്കകത്ത് കൊണ്ടുവരുന്നതിനെ ഒരു പർട്ടിക്കുലർ ലിമിറ്റിൽ കൂടുതൽ കൂട്ടിയാൽ CPU പകരം അതിൻ്റെ ടൈം, അതിൻ്റെ എഫിഷ്യൻസി മുഴുവനും പേജ് റീപ്ലേസ്മെന്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ പെർഫോമൻസ് താഴേക്ക് പോവും. ഈ ഒരു സിറ്റുവേഷനാണ് നമ്മൾ ക്രാഷിംഗ് എന്ന് പറയുന്നത്. ഡിഗ്രി ഓഫ് മൾട്ടി പ്രോഗ്രാമിംഗ് കൂടുന്നതിനനുസരിച്ച്, ഡിഗ്രി ഓഫ് മൾട്ടി പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ മെയിൻ മെമ്മറിയിൽ അക്കോമഡേറ്റ് ചെയ്യാവുന്ന പ്രോസസ്സിന്റെ കൗണ്ടിനെയാണ് നമ്മൾ ഡിഗ്രി ഓഫ് മൾട്ടി പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. പ്രോസസ്സുകൾ കൂടുതൽ കൊണ്ടുവന്നാൽ കൂടുതൽ പ്രോസസ്സ് CPU-ന് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അത് ഡിഗ്രി ഓഫ് മൾട്ടി പ്രോഗ്രാമിംഗ് കൂടുന്നതിനനുസരിച്ച് CPU-ന്റെ യൂട്ടിലൈസേഷൻ കൂടിക്കൊണ്ടിരിക്കും. പക്ഷെ ഒരു പർട്ടിക്കുലർ ലിമിറ്റിൽ കൂടുതൽ പ്രോസസ്സുകളെ മെമ്മറിയിലേക്ക് കൊണ്ടുവന്നാൽ അതിൻ്റെ എക്സിക്യൂഷൻ എടുക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം പേജ് റീപ്ലേസ്മെന്റിന് വേണ്ടിയിട്ട് എടുക്കുകയും CPU-ന്റെ പെർഫോമൻസ് താഴേക്ക് പോവുകയും ചെയ്യും. അതിനെയാണ് ക്രാഷിംഗ് എന്ന് പറയുന്നത്. Yes, ma'am. Ma'am, first question is, what possible university questions from this topic? ഇത് യൂണിവേഴ്സിറ്റി റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന് പേജിങ് എന്താണെന്ന് ചോദിക്കാറുണ്ട്. സെക്കൻഡ്, തേർഡ് മൊഡ്യൂളിനകത്ത് ഡിഫറെന്റ് മെമ്മറി അലോക്കേഷൻ സ്ട്രാറ്റജി, ഫസ്റ്റ് ബിറ്റ്, ഫസ്റ്റ് ബിറ്റ് ആൻഡ് വേസ്റ്റ് ബിറ്റ് മെമ്മറി അലോക്കേഷൻ. ഫ്രാഗ്മെന്റേഷൻ എന്താണെന്ന് ചോദിക്കാറുണ്ട്. പേജിങ്, സെഗ്മെന്റേഷൻ, എങ്ങനെയാണ് ഡിമാൻഡ് പേജിങ് അല്ലെങ്കിൽ ഡിമാൻഡ് പേജിങ്ങിനകത്ത് പേജ് ഫോൾട്ട് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്, ത്രാഷിംഗ് എന്താണ്, ഡിഫറെന്റ് പേജ് റീപ്ലേസ്മെന്റ് അൽഗോരിതംസ്, ഇതെല്ലാം ക്വസ്റ്റ്യൻസ് ആണ്. ഈ പറഞ്ഞ ഈ 5-6 ക്വസ്റ്റ്യൻസ് ഈ തേർഡ് മൊഡ്യൂളിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഡിഫറെന്റ് മെമ്മറി അലോക്കേഷൻ സ്ട്രാറ്റജി എന്താണ്, വാട്ട് ഈസ് പേജിങ് വിത്ത് പേജിങ് ഹാർഡ്വെയർ ഡയഗ്രാം, അതിന്റെ എക്സ്പ്ലനേഷൻ, സെഗ്മെന്റേഷൻ ഹാർഡ്വെയർ, എങ്ങനെയാണ് ഡിമാൻഡ് പേജിങ്ങിനകത്ത് ഒരു പേജ് ഫോൾട്ട് ഹാൻഡിൽ ചെയ്യുന്നത്, ത്രാഷിംഗ് എന്താണ്, പേജ് റീപ്ലേസ്മെന്റ് അൽഗോരിതംസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വരാം. ഇതെല്ലാം ഡിഫറെന്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻസിൽ നിന്നാണ് ഈ ഒരു ടോപ്പിക്ക് തന്നെ എടുത്തിരിക്കുന്ന സ്ലൈഡ്. Next question is, please explain thrashing again. ത്രാഷിംഗ് നമുക്ക് നിങ്ങളൊരു അസ്യൂം ചെയ്യാൻ, ഞാൻ പറഞ്ഞു ഒരു ഡിഗ്രി ഓഫ് മൾട്ടി പ്രോഗ്രാമിംഗ്, നമ്മുടെ മെമ്മറിക്കകത്ത് ആകെ ഒരു സിംഗിൾ പ്രോഗ്രാമേ ഉള്ളൂ. ആ പ്രോഗ്രാമിനകത്ത് 10 ലൈൻ ഉണ്ട്. ആ 10 ലൈനിൽ ആദ്യത്തെ 5 ലൈൻ CPU എക്സിക്യൂട്ട് ചെയ്യണം. അത് കഴിഞ്ഞാൽ ഒരു 3-4 ലൈൻ നമുക്ക് ഇൻപുട്ട് ഔട്ട്പുട്ടിന് വേണ്ടിയിട്ടാണ്.
ഔട്ട്പുട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ബാക്കിയുള്ള പ്രോഗ്രാം. എന്താ ചെയ്യുന്നത്? ഒരു ലൂപ്പ് വരുന്നു. ആ ലൂപ്പിനകത്ത് ഒരു 2 ലൈൻ CPU എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു ഇൻസ്ട്രക്ഷനും അത് കഴിഞ്ഞാൽ ഒരു ഇൻപുട്ടും ആണ്. ഈ ലൂപ്പ് ഒരു 10 പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യും. ഒരു 2 ലൈൻ നമുക്കൊരു പ്രിന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നു, അത് സ്കാൻ ചെയ്യുന്നു. ആ 2 ലൈൻ നമുക്ക് ഇൻപുട്ട് ഔട്ട്പുട്ടിന് വേണ്ടിയിട്ടാണ്. ഒരു 2 ലൈൻ അതിന്റെ ഒരു കാൽക്കുലേഷന് വേണ്ടിയിട്ടുമുണ്ട്. ഈ 2 ലൈൻ CPU എക്സിക്യൂട്ട് ചെയ്യും, അത് കഴിഞ്ഞാൽ അത് ഇൻപുട്ട് ഔട്ട്പുട്ടിലേക്ക് വേണ്ടിയിട്ട് പോകും. അപ്പൊ ആ ഔട്ട്പുട്ട് കൊടുത്ത് ഒരു പ്രിന്റ് എഫ് കൊടുക്കുന്നു, എൻ്റർ എ നമ്പർ എന്ന് പറഞ്ഞു കൊടുക്കുന്നു. യൂസർ വന്ന് കീബോർഡിൽ വെച്ച് ഒരു നമ്പർ ഇൻപുട്ട് ചെയ്യുന്ന അത്രയും സമയം ഐഡിലായിട്ട് നിൽക്കുകയാണ്. ഈ ഇൻപുട്ട് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ പ്രോസസ്സറിന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റൂ. ഞാൻ പറഞ്ഞ കണ്ടീഷൻ നമ്മുടെ മെമ്മറിക്കകത്ത് ആകെ ഒരു സിംഗിൾ പ്രോഗ്രാമേ ഉള്ളൂ. ആ പ്രോഗ്രാമിനകത്ത് ഒരു ലൂപ്പ്, ഒരു റിപ്പീറ്റഡ് ആയിട്ട് ഒരു 50 പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു ലൂപ്പാണ്. ആ ലൂപ്പിനകത്ത് ഓരോ ഇൻസ്ട്രക്ഷനും ചെയ്യാൻ വേണ്ടി നമുക്ക് ഓരോ മില്ലി സെക്കൻഡ് വേണമെന്ന് വിചാരിക്കാം. അപ്പൊ ആ ലൂപ്പിനകത്ത് 4 ഇൻസ്ട്രക്ഷൻ ഉണ്ട്. 2 കാൽക്കുലേഷന് വേണ്ടിയിട്ടാണ്, 2 ഇൻപുട്ട് ഔട്ട്പുട്ടിന് വേണ്ടിയിട്ടാണ്. യൂസർ ഇന്ററാക്ട് ചെയ്യാനുള്ള സമയം അവോയ്ഡ് ചെയ്ത് കളഞ്ഞാലും ആ പ്രിന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റിനും സ്കാനഫിനും വേണ്ടി 2 മില്ലി സെക്കൻഡ് വേണം. അപ്പൊ 50 പ്രാവശ്യം യൂസ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ 100 മില്ലി സെക്കൻഡ് CPU ഐഡിലായിട്ട് നിൽക്കുകയാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി. അപ്പൊ ആ സമയത്ത് വേറൊരു പ്രോഗ്രാം കൂടി മെമ്മറിക്കകത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഈ പ്രോസസ്സ് ഇൻപുട്ട് ഔട്ട്പുട്ടിന് വേണ്ടി പോകുന്ന സമയത്ത് CPU മറ്റേ പ്രോസസ്സിനെ എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ പ്രോസസ്സറിന്റെ പെർഫോമൻസ് കൂട്ടുന്നത്. അങ്ങനെ പെർഫോമൻസ് കൂട്ടാൻ വേണ്ടി നമ്മൾ പ്രോഗ്രാംസിനെ കൂടുതൽ, ഇപ്പോൾ ഒരു സിംഗിൾ പ്രോസസ്സർ ഉണ്ടെങ്കിൽ പ്രോസസ്സർ അത്രയും ഐഡിലായിട്ട് നിൽക്കും, അതിന്റെ പെർഫോമൻസ് കുറവായിരിക്കും. നമ്മൾ കൂടുതൽ പ്രോഗ്രാംസ് മെമ്മറിയിലേക്ക് കൊണ്ടുവരുന്നു. അതനുസരിച്ച് ഓരോ പ്രോസസ്സും ഇൻപുട്ട് ഔട്ട്പുട്ടിന് വേണ്ടി പോകുന്ന സമയത്ത് CPU അടുത്ത പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനെ അതിന്റെ പെർഫോമൻസ് കൂടിക്കൊണ്ടിരിക്കും. ഇങ്ങനെ കൂടുമ്പോൾ നമുക്കറിയാം മെമ്മറിയുടെ കപ്പാസിറ്റി കുറവാണ്. നമ്പർ ഓഫ് പ്രോസസ്സ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ വിർച്വൽ മെമ്മറി പറഞ്ഞു നമുക്കൊരു പേജ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം, ഒരു പ്രോഗ്രാമിന്റെ എൻറ്റയർ പ്രോഗ്രാം മെമ്മറിയിലേക്ക് കൊണ്ടുവരുന്നില്ല. ആ പ്രോഗ്രാമിന് ആവശ്യമുള്ള പോർഷൻസ് മാത്രമേ കൊണ്ടുവരുന്നുള്ളൂ. ഡിഗ്രി ഓഫ് മൾട്ടി പ്രോഗ്രാമിംഗ് കൂടിയാൽ ഒരു പ്രോഗ്രാമിന് കൊണ്ടുവരുന്ന നമ്പർ ഓഫ് പേജസ് വളരെ കുറവായിരിക്കും. കുറയുമ്പോൾ ആദ്യത്തെ പേജിന് ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ 2ാമത്തെ പേജ് വേണം. ഇത് റീപ്ലേസ് ചെയ്തിട്ട് 2ാമത്തെ എടുക്കാൻ പോകും. അപ്പൊ അടുത്ത് വരുമ്പോൾ ആ 2ാമത്തെ പേജ് എടുക്കുമ്പോഴേക്കും അതിലേക്ക് വേറൊരു പേജിലെ റെഫറൻസ് ഉണ്ടാവും. എക്സിക്യൂഷൻ ടൈമിനേക്കാൾ കൂടുതൽ പേജസ് ആക്സസ് ചെയ്യാൻ വേണ്ടി, പേജ് റീപ്ലേസ്മെന്റിന് വേണ്ടി CPU ടൈം വേസ്റ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ CPU എക്സിക്യൂഷൻ കുറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾ മെമ്മറി കപ്പാസിറ്റി കുറഞ്ഞ സിസ്റ്റം യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാർക്കറിയാം, നമ്മൾ മൾട്ടിപ്പിൾ പ്രോഗ്രാംസ് ഒരുമിച്ച് ലോഡ് ചെയ്യാൻ നോക്കിയാൽ CPU അനങ്ങാതെ നിൽക്കുകയും ചിലപ്പോൾ സിസ്റ്റം ഹാങ് ആവും, നമ്മളത് റീസ്റ്റാർട്ട് ചെയ്യേണ്ട സിറ്റുവേഷൻസ് വരാം. അതായത് കൂടുതൽ പ്രോഗ്രാംസ് ലോഡ് ചെയ്യുന്നതിനനുസരിച്ച് സിസ്റ്റത്തിന്റെ പെർഫോമൻസ് കുറയുന്ന ആ സിറ്റുവേഷനാണ് ത്രാഷിംഗ്. CPU എക്സിക്യൂട്ട് ചെയ്യുന്നതിന് പകരം അത് പേജ് റീപ്ലേസ്മെന്റിന് വേണ്ടിയിട്ട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ അതിന്റെ പെർഫോമൻസ് താഴേക്ക് പോകുന്നു. അതാണ് ത്രാഷിംഗ് എന്ന് പറയുന്നത്. The last question is, what is the major difference between internal and external fragmentation? ഇന്റേണലും എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റേഷൻ എന്ന് പറഞ്ഞാൽ ഡയഗ്രാം കൺസിഡർ ചെയ്യാം. ഈ ഡയഗ്രത്തിനകത്ത് നമുക്ക് P1 എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഇവിടെ മെമ്മറിയിൽ ലോഡ് ചെയ്തിട്ടുണ്ട്. ബാക്കി ഒരു 3 KB ഉള്ള ഒരു സ്ലോട്ടും ഫ്രീ ആയിട്ടുണ്ട്, 4 KB ഉള്ള സ്ലോട്ടും ഉണ്ട്. ഈ 2 ഹോളും കൂടെ ചേർത്താൽ ടോട്ടൽ 7 KB ഉണ്ട്. ഈ P1 എന്ന് പറയുന്നത് ഒരു പാർട്ടീഷനാണ്, ഈ 3 KB ഉള്ളത് ഒരു പാർട്ടീഷനാണ്, 4 KB ഉള്ള ഒരു പാർട്ടീഷനാണ്. P2 എന്നുള്ള പ്രോസസ്സ് വെയിറ്റ് ചെയ്യുന്നു. 5 KB മതി അതിന്. നമുക്ക് ടോട്ടൽ 7 KB ഫ്രീ ആയിട്ട് മെമ്മറി അവൈലബിൾ ആണ്. അത് സ്കാറ്റർ ചെയ്ത് കിടക്കുന്നതുകൊണ്ട് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മുടെ റിക്വയർമെന്റ് എന്താണോ അത് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള മെമ്മറി അവൈലബിൾ ആയിരിക്കുകയും അത് സ്കാറ്റർ ചെയ്ത് കിടക്കുന്നതുകൊണ്ട് യൂസ് ചെയ്യാൻ പറ്റാതിരിക്കുകയും ചെയ്താൽ അതിനെയാണ് ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. ഒരു പാർട്ടീഷന്റെ വെളിയിൽ ഇപ്പൊ P1 എന്ന് പറയുന്ന പ്രോസസ്സിന് അലോട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്ന ഒരു പാർട്ടീഷനാണ്. ആ പാർട്ടീഷന് വെളിയിലാണ് മെമ്മറി ഫ്രീ ആയിട്ട് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനെയാണ് എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. സപ്പോസ് ഞാൻ പറഞ്ഞതോടെ
P2 എന്നുള്ള ഒരു പ്രോസസ്സ് പോലെ നമ്മളൊരു P3 എന്നുള്ള ഒരു പ്രോസസ്സ് വരുന്നു. P3ക്ക് 2.5 KB ആണ് അതിന്റെ കപ്പാസിറ്റി. അതിന് അലോട്ട് ചെയ്ത് കൊടുക്കുന്നത് ഈ 3 KB സ്പേസ് ആണെങ്കിൽ ഇവിടെ എത്ര ബാക്കി ഉണ്ടാവും? ഈ ഒരു പാർട്ടീഷനകത്ത് 0.5 KB ബാക്കി ഉണ്ടാവും. പാർട്ടീഷൻ ആണ് നമ്മൾ P3 എന്നുള്ള പ്രോസസ്സിന് അലോട്ട് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ ഒരു പാർട്ടീഷൻ ഉള്ളിൽ വേക്കൻ്റ് ആയിട്ട് കിടക്കുന്നത് 0.5 KB ഉണ്ടാവും. ഒരു പാർട്ടീഷനകത്ത് കിടക്കുന്ന അൺയൂസ്ഡ് മെമ്മറിയാണ് ഇന്റേണൽ ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. ഒരു പാർട്ടീഷന് വെളിയിൽ കിടക്കുന്ന യൂസ്ഡ് ആയിട്ടുള്ള നമ്മുടെ റിക്വയർമെന്റ് സാറ്റിസ്ഫൈ ചെയ്യാനുള്ളതുണ്ട്, പക്ഷെ അത് ഉപയോഗിക്കാൻ പറ്റാത്തൊരു കണ്ടീഷനിൽ കിടക്കുകയാണെങ്കിൽ അതിനെ എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയും. Okay, ma'am, we have one more question. Ma'am. Please explain segmentation hard. സെഗ്മെന്റേഷൻ ഹാർഡ്വെയറിനകത്ത് പേജിങ്ങിനകത്ത് നമുക്ക് എല്ലാ പേജിന്റെയും സൈസ് ഈക്വൽ ആയതുകൊണ്ട് പേജ് ടേബിളിനകത്ത് പേജ് നമ്പറും ഫ്രെയിം നമ്പറും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സെഗ്മെന്റേഷൻ ടേബിളിൽ ഒരു സെഗ്മെന്റ് നമ്പർ ഉണ്ടാവും, അതാണ് ഇവിടെ S എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. അതിന് കറസ്പോണ്ടിങ് ആയി എവിടെയാണോ മെമ്മറിക്കകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്നത് അതിന്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സും സൈസും. കാരണം ഒരു നമ്പർ ഫിക്സഡ് സൈസ് പാർട്ടീഷൻ അല്ല, ഓരോ പാർട്ടീഷനും ഇവിടെ 3 എന്നുള്ളത് ഒരു വലിയ സൈസാണ്, 1ഉം 4നും വേറെ സൈസാണ്, 2ന് വേറെ സൈസാണ്. അപ്പോൾ ഓരോ പാർട്ടീഷനും ഡിഫറെന്റ് സൈസാണ്. അപ്പോൾ നമുക്ക് ആ സൈസ് അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അപ്പൊ 2ന്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ് ഏതാണ്, അതാണ് ഈ ബേസ് എന്ന് പറയുന്നത്. ഇപ്പൊ 2 എന്ന് പറയുന്ന പാർട്ടീഷൻ എവിടെ തുടങ്ങുന്നു അതാണ് ബേസ് എന്നുള്ളത്. 2ന്റെ സൈസ് എത്രയുണ്ട് അതാണ് ലിമിറ്റ്. ഇവിടെ കാണിച്ചിരിക്കുന്ന ബേസ് എന്ന് പറയുന്ന പാർട്ടീഷന്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ് എന്തായിരിക്കും, അതിന്റെ സൈസ് എന്താണ് ലിമിറ്റ്. CPU ഒരു അഡ്രസ് ജനറേറ്റ് ചെയ്യുന്നു, അഡ്രസ്സിനകത്ത് ഒരു സെഗ്മെന്റ് നമ്പർ ഉണ്ടാവും. സെഗ്മെന്റ് നമ്പറും ഓഫ്സെറ്റ് എന്ന് പറയുന്നത് ആക്സസ് ചെയ്യാനുള്ള ഡേറ്റയുടെ സൈസാണ്, അതിന്റെ ലിമിറ്റ് ആണ്. ഇപ്പൊ ഞാൻ ഇവിടെ സെഗ്മെന്റ് 2 എന്ന് പറയുന്ന സെഗ്മെന്റിന്റെ സൈസ് എന്ന് പറയുന്നത് 100 KB ആയിരുന്നു. ഞാനിവിടെ ആക്സസ് ചെയ്യാൻ നോക്കുമ്പോൾ ഓഫ്സെറ്റ് 150 കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ സൈസിന് വെളിയിലുള്ള അല്ലെങ്കിൽ ആ സെഗ്മെന്റിന് വെളിയിലുള്ള ഒരു ഡേറ്റയാണ് ആക്സസ് ചെയ്യാൻ നോക്കുന്നത്. അപ്പൊ അതാണ് ഇവിടെ എറർ കാണിക്കുന്നത്. സെഗ്മെന്റ് ലിമിറ്റിനകത്ത് നിൽക്കുന്നതാണെങ്കിൽ സെഗ്മെന്റ് ലിമിറ്റും അതിന്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സും കൂടെ ചേർന്ന് നമുക്ക് അതൊരു അഡ്രസ്സ് ജനറേറ്റ് ചെയ്യും. ഇവിടെ ആ സെഗ്മെന്റിനകത്ത് ഇത്ര ആക്സസ് ചെയ്യാൻ ആ സെഗ്മെന്റ് നമ്പറും അതിന്റെ ഓഫ്സെറ്റും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റാർട്ടിംഗ് നമ്പറും ഓഫ്സെറ്റും കൂടെ ചേർന്ന് ആഡ് ചെയ്ത് വരുന്നു. ഇവിടെ 2 വാല്യൂ വരുന്ന സെഗ്മെന്റ് നമ്പറിന് കറസ്പോണ്ടിങ് ആയി ഓരോ സെഗ്മെന്റും സ്റ്റാർട്ടിംഗ് അഡ്രസ്സും ഉണ്ടാവും, അതിന്റെ കപ്പാസിറ്റി ഉണ്ടാവും. ആ കപ്പാസിറ്റിക്ക് വെളിയിലാണോ നമ്മൾ ആക്സസ് ചെയ്യാൻ നോക്കുന്നത് എന്നുള്ളതാണ് ഈ കമ്പാരിസൺ വെച്ച്. അതിനകത്തുള്ള ഡേറ്റയാണ് ആക്സസ് ചെയ്യാൻ നോക്കുന്നതെങ്കിൽ ഈ ഓഫ്സെറ്റും ബേസും കൂടെ കമ്പൈൻ ചെയ്ത് സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് നമ്മുടെ സെഗ്മെന്റ് തുടങ്ങി എത്രാമത്തെ പൊസിഷനിലുള്ള ഒരു സെഗ്മെന്റ് മുഴുവൻ അറ്റ് എ ടൈം ആക്സസ് ചെയ്യാൻ പറ്റില്ല. സെഗ്മെന്റിനകത്ത് എത്രാമത്തെ വേർഡാണ് ആക്സസ് ചെയ്യേണ്ടത് അതാണ് ഈ ഓഫ്സെറ്റ് എന്നുള്ള വാല്യൂ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ അത് രണ്ടും കൂടെ ചേർന്ന് കമ്പൈൻ ചെയ്താണ് ആക്ച്വൽ അഡ്രസ്സ് ലൊക്കേഷനിൽ നിന്ന് കിട്ടുന്നത്. Okay, ma'am, we have cleared all the doubts by the students. If you may please summarize the session, we can conclude it. Okay, നമുക്ക് മെമ്മറി മാനേജ്മെന്റിനകത്ത് ഒരു പ്രോഗ്രാം പ്രൈമറി മെമ്മറിയിലേക്ക് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്കതിനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ സെക്കൻഡറി സ്റ്റോറേജിന്റെ കപ്പാസിറ്റിയും പ്രൈമറി സ്റ്റോറേജിന്റെ കപ്പാസിറ്റിയായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പ്രൈമറി സ്റ്റോറേജിന്റെ കപ്പാസിറ്റി വളരെ കുറവായിരിക്കും. അപ്പോൾ ആ ചെറിയ കപ്പാസിറ്റിക്കകത്ത് നമ്മുടെ റിക്വയർഡ് ആയിട്ടുള്ള ഡേറ്റ എങ്ങനെ ലോഡ് ചെയ്യുന്നു അതാണ് മെമ്മറി മാനേജ്മെന്റ് എന്നുള്ളത്. ഇതിനകത്ത് ഈ പറഞ്ഞിരിക്കുന്ന 5-6 ക്വസ്റ്റ്യൻ, പേജിങ്, സെഗ്മെന്റേഷൻ, മെമ്മറി അലോക്കേഷൻ സ്ട്രാറ്റജി, അതുപോലെ ഡിഫറെന്റ് പേജ് ഫോൾട്ട് ഹാൻഡിൽ ചെയ്യുന്ന എങ്ങനെയാണ്, പേജ് റീപ്ലേസ്മെന്റ് അൽഗോരിതം, ത്രാഷിംഗ്, ഈ 5-6 ക്വസ്റ്റ്യൻസ് പല ക്വസ്റ്റ്യൻ പേപ്പറിലും പ്രീവിയസ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. അത് വെച്ചിട്ടാണ് ഈ ഒരു സ്ലൈഡ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ മൊഡ്യൂളിനകത്ത് പ്രിപ്പയർ ചെയ്യുന്നവർ മിനിമം ഇത്രയും ക്വസ്റ്റ്യൻസ് എങ്കിലും പഠിക്കാൻ ശ്രമിക്കുക. Thank you, ma'am. That was indeed an informative session.
We are really grateful for the time and effort you took to share your knowledge with our students. On behalf of the SAP team, we are expecting more of your cooperation and support for the future sessions also. I would also like to thank the participants for investing your time for this session, and we are expecting more of your participation in upcoming sessions also. I would also like to thank the SAP team for making this session successful. Thank you once again to all. Thank you, ma'am.